നമസ്കാരം, മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് CSEB എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ബാങ്കിങ്ങിലെ കുറച്ച് ടോപ്പിക്കുകൾ ഒന്ന് ഡിസ്കസ് ചെയ്തു പോവുകയാണ്. മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. Regional rural banks are issued license for carrying banking business under. ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. റീജിയണൽ റൂറൽ ബാങ്ക് RRB നമുക്കറിയാം. ഇഷ്യൂഡ് ലൈസൻസ് ഫോർ ക്യാരിങ് ബാങ്കിങ് ബിസിനസ് അണ്ടർ. ഏത് നിയമപ്രകാരമാണ് റീജിയണൽ റൂറൽ ബാങ്കിന് ബാങ്കിങ് ലൈസൻസ് കിട്ടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ്. ഏത് ബാങ്ക് ആയാലും അവർക്ക് ബാങ്കിങ് ലൈസൻസ് കൊടുക്കുന്നത് BR ആക്ട് ആണ്. ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ. ബാങ്കിങ് ലൈസൻസ് BR ആക്ടിലെ സെക്ഷൻ 22 പ്രകാരമാണ് ബാങ്കിങ് ലൈസൻസ് കിട്ടുന്നത്. ബാങ്കിങ് ലൈസൻസ് കിട്ടുക എന്ന് പറയുമ്പോൾ ആ ബാങ്കിങ് ലൈസൻസ് കിട്ടുമ്പോൾ അവർക്ക് ബാങ്കിങ് ബിസിനസ് ചെയ്യുവാനുള്ള അധികാരം, അനുവാദം കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ RRB എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിൽ പ്രത്യേക ആവശ്യക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള ആൾക്കാരെ ലക്ഷ്യമാക്കി ഓപ്പൺ ആക്കിയ തുടക്കം ഇട്ട ഒരു ബാങ്കാണ് റീജിയണൽ റൂറൽ ബാങ്ക്. അവർ ഈ പറയുന്ന ബാങ്കിങ് ബിസിനസ്സുകൾ നടക്കുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ്. ഓക്കെ, നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് റീജിയണൽ റൂറൽ ബാങ്കുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. 1975 വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. 1975 നരസിംഹം കമ്മിറ്റിയാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ ഇന്ത്യയിൽ വേണം എന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി. വളരെ പ്രധാനപ്പെട്ടയാണ്. റീജിയണൽ റൂറൽ ബാങ്ക് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ആരാണെന്ന് ചോദിച്ചാൽ നരസിംഹം കമ്മിറ്റിയാണ്. ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1975 നരസിംഹം കമ്മിറ്റി. 1975 ഒക്ടോബർ 2 ഡേറ്റ് സഹിതം പഠിച്ചു വെക്കേണ്ടതാണ്. 1975 ഒക്ടോബർ 2 നരസിംഹം കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം RRB അഥവാ റീജിയണൽ റൂറൽ ബാങ്ക് ആദ്യമായിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ റീജിയണൽ റൂറൽ ബാങ്ക് എന്നാണ് ആദ്യമായിട്ട് നിലയിൽ വന്നതെന്ന് ചോദിച്ചാൽ 1975 ഒക്ടോബർ 2 അതുപോലെ തന്നെ RRBക്ക് ഒരു ആക്ട് ഉണ്ട്. ഓക്കെ ആണല്ലോ, റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട്. അത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1976 നമുക്കറിയാം. സാധാരണ നമുക്ക് നിയമം വന്നതിന് ശേഷമാണ് ആ സ്ഥാപനം നിലവിൽ വരുന്നത്. റീജിയണൽ റൂറൽ ബാങ്കിന്റെ കാര്യത്തിലാണെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്ക് ആദ്യം നിലവിൽ വന്നതിന് ശേഷം അടുത്ത വർഷമാണ് അതിന്റെ ആക്ട് നിലവിൽ വരുന്നത്. അപ്പോൾ RRB നിലവിൽ വന്നത് 1975 ഒക്ടോബർ 2 RRB ആക്ട് എന്നാണെന്ന് ചോദിച്ചാൽ എന്താണ്? 1976 അതുപോലെ തന്നെ 1975 ഒക്ടോബർ 2 RRB നിലവിൽ വരുന്ന സമയത്ത് തുടക്ക സമയത്ത് 5 RRBകളായിരുന്നു ഫോം ചെയ്തിരുന്നത്. ഓർത്തു വെച്ചോണം. തുടക്കത്തിൽ അഥവാ 1975 ഒക്ടോബർ 2 ഈ പറയുന്ന RRB ഫോം ചെയ്യുന്ന ആ ഒരു അവസരത്തിൽ 5 RRBകളായിരുന്നു തുടക്കത്തിൽ ഉണ്ടായത്. അതുപോലെ തന്നെ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് റീജിയണൽ റൂറൽ ബാങ്കിന് ബാങ്കിങ് ലൈസൻസ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു BR ആക്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. BR ആക്ടിലെ സെക്ഷൻ 22 പ്രകാരമാണ് ബാങ്കിങ് ലൈസൻസ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 20 ദിന പരിപാടികൾ 20 പോയിന്റ് പ്രോഗ്രാം ഇന്ദിരാഗാന്ധിയുടെ 20 പോയിന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നിലവിൽ വന്ന ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാലും ഏതാണ്? റീജിയണൽ റൂറൽ ബാങ്ക് ആണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. റീജിയണൽ റൂറൽ ബാങ്ക് വന്ന വർഷം, അതിന്റെ ആക്ട് വന്ന വർഷം ഒക്കെ ഓർത്തു വെക്കുക. അടുത്തത് ഫസ്റ്റ് RRB ഇൻ ഇന്ത്യ. നമുക്കറിയാം 1975 ഒക്ടോബർ 2 RRB നിലവിൽ വരുന്ന സമയത്ത് 5 RRBകളായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ ആദ്യം നിലവിൽ വന്ന RRB ആണ് ഏതെന്ന് പറയുന്നത് പ്രഥമ ഗ്രാമീൺ ബാങ്ക്. പ്രഥമ ഗ്രാമീൺ ബാങ്ക് മൊറാദാബാദ്, ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ നിലവിൽ വന്ന പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ റൂറൽ ബാങ്ക്. അതുപോലെ തന്നെ ഈ പറയുന്ന പ്രഥമ ഗ്രാമീൺ ബാങ്കിനെ സ്പോൺസർ ചെയ്ത ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സിൻഡിക്കേറ്റ് ബാങ്ക് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ
ആദ്യമായിട്ട് നിലവിൽ വന്ന RRB ആയിട്ടുള്ള പ്രഥമ ഗ്രാമീൺ ബാങ്കിന് സ്പോൺസർഷിപ്പ് കൊടുത്ത ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന സിൻഡിക്കേറ്റ് ബാങ്ക് ആണ്. അതിന്റെ ഇനിഷ്യൽ ക്യാപിറ്റൽ ഓർത്തു വെച്ചോണം 5 കോടിയാണ്. ഓർത്തു വെച്ചോണം, പ്രഥമ ഗ്രാമീൺ ബാങ്കിന്റെ ഇനിഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 5 കോടി രൂപയാണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് RRB, റീജിയണൽ റൂറൽ ബാങ്കിന്റെ പിതാവ്, ഇന്ത്യയിലെ റീജിയണൽ റൂറൽ ബാങ്കിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ MS സ്വാമിനാഥനാണ്. തിരിഞ്ഞു പോകല്. RRB റെക്കമെൻഡ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ നരസിംഹം കമ്മിറ്റിയും, റീജിയണൽ റൂറൽ ബാങ്കിന്റെ പിതാവ് ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ MS സ്വാമിനാഥനുമാണ്. അതുപോലെ തന്നെ ഗ്രാമീൺ ബാങ്കുകളുടെ, ലോകത്തിലെ ഗ്രാമീൺ ബാങ്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മുഹമ്മദ് യൂനസ് ആണ്. ഓക്കെ ആണല്ലോ. ഈ പറയുന്ന ലോകത്തിലെ ഗ്രാമീൺ ബാങ്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് യൂനസ്. RRB റെക്കമെൻഡ് ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ നരസിംഹം കമ്മിറ്റി. ഫാദർ ഓഫ് RRB എന്നറിയപ്പെടുന്ന ആരാണ്? MS സ്വാമിനാഥനാണ്. അതുപോലെ ഈ പറയുന്ന RRB എന്ന് പറയുന്നത് നിലവിൽ വന്നത് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ സ്പോൺസറിങ് ബാങ്കിന്റെയും ഷെയറോട് കൂടിയാണ്. ഓക്കെ ആണല്ലോ. സെൻട്രൽ ഗവൺമെന്റ് അവിടെ ഒരു ഷെയർ കൊടുക്കുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് അവിടെ ഒരു ഷെയർ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്പോൺസറിങ് ബാങ്കും ഒരു ഷെയർ കൊടുക്കുന്നുണ്ട്. ഇവർ 3 പേരുടെയും കൂടെ ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്താണ് RRB ഫോം ചെയ്യുന്നത്. അവിടെ ഷെയർ ഈ പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 50:15:35. വളരെ പ്രധാനപ്പെട്ടാണ്. 50:15:35. 50 എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെയും 15 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും 35 എന്ന് പറയുന്നത് ആരുടെയുമാണ്? ഈ പറയുന്ന സ്പോൺസറിങ് ബാങ്കിന്റെയുമാണ്. വളരെ പ്രധാനപ്പെട്ടാണ്. ഇത് എടുത്തു ചോദിച്ചിട്ടുണ്ട്. 50% എന്ന് പറയുന്നത്, ടോട്ടൽ ഷെയറിന്റെ 50% എന്ന് പറയുന്നത് ആരുടെയാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്. അതിന്റെ 15% എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്. 35% ക്യാപിറ്റൽ ആരാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ആരാണ്? സ്പോൺസറിങ് ബാങ്കുമാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ RRB ആയിട്ടുള്ള പ്രഥമ ഗ്രാമീൺ ബാങ്കിന് സ്പോൺസർഷിപ്പ് കൊടുത്ത ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ആരാണ്? സിൻഡിക്കേറ്റ് ബാങ്ക് ആണ്. ഓർത്തു വെക്കുക. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. An illiterate SB customer wishes to give an authority to a friend to operate his account temporarily. What is an appropriate solution to his desire? ഒരു ഇലിറ്ററേറ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് അയാളുടെ അക്കൗണ്ട് ഓപ്പറേഷൻസിന് വേണ്ടി മറ്റൊരാളെ, അയാളുടെ ഫ്രണ്ടിനെ നിയോഗിക്കാൻ ഈ ഇലിറ്ററേറ്റ് ആയിട്ടുള്ള വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ മറ്റൊരാളെ അധികാരപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അധികാരപ്പെടുത്താൻ പറ്റും. നമ്മൾ ഈ പറയുന്ന പവർ ഓഫ് അട്രോണി കൊടുക്കുക, അതുപോലെ തന്നെ മാൻഡേറ്റ് കൊടുക്കുക എന്നൊക്കെ പറയും. മാൻഡേറ്റ് എന്ന് പറയുന്നത് വെറും ഒരു അധികാരപത്രം മാത്രമാണ്. ഒരു വെള്ള പേപ്പറിൽ, ഒരു വൈറ്റ് പേപ്പറിൽ നമ്മളുടെ അധികാരം എന്താണോ അത് മറ്റൊരാൾക്ക് എഴുതി നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് മാൻഡേറ്റ് ആണ്. അവിടെ രജിസ്ട്രേഷനോ സ്റ്റാമ്പ് പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കണമെന്നോ ഒന്നും നിർബന്ധമില്ല. ഓക്കെ ആണല്ലോ. അവിടെ ഒരു അതോറിറ്റി, നമ്മളിലുള്ള ഒരു അധികാരം മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഇവിടെ ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ, നമ്മൾ ആ ഒരു ഭാഗത്താണ് നമ്മൾ ഇലിറ്ററേറ്റ് പേഴ്സണെ പറ്റിയൊക്കെ പറയുന്നത്. ഇലക്ടറേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സ്വന്തമായിട്ടല്ലേ പേരോ അങ്ങനെ ഒപ്പ് പോലും ഇടാൻ പറ്റാത്ത നിരക്ഷരൻ ആയിട്ടുള്ള വ്യക്തിയാണ് ഇലിറ്ററേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില കുഴപ്പങ്ങൾ, പോരായ്മകളൊക്കെ ഈ പറയുന്ന ഇലിറ്ററേറ്റ് പേഴ്സന്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളുണ്ട്. നമുക്ക് നോക്കാം. ഇലിറ്ററേറ്റ് ആയിട്ടുള്ള വ്യക്തിയുടെ SB അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ അയാളുടെ കൂട്ടുകാരന് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറ്റുമോ? ഇവിടെ നമുക്ക് നോക്കാം. ആൻസർ എന്ന് പറയുന്നത് ആൻ ഇലിറ്ററേറ്റ് പേഴ്സൺ കനോട്ട് ഡെലിഗേറ്റ് ദ അതോറിറ്റി. അതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇലിറ്ററേറ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് ഇത്തരത്തിൽ ഒരു മാൻഡേറ്റ് വേറൊരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ വ്യക്തിക്ക് ഒപ്പിടുവാനുള്ള അറിവില്ല, ഒപ്പിടുകയില്ല. അവർ ഈ പറയുന്ന വിരലടയാളമാണ് അവിടെ പതിക്കുന്നത്. അങ്ങനെ ഒരു വെള്ള പേപ്പറിൽ വിരലടയാളം പതിച്ച് ഇങ്ങനെ ഒരു പേപ്പറുമായിട്ട് വേറൊരു വ്യക്തി ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് പറയാൻ കഴിയില്ല. അതുമല്ല, ഈ പറയുന്ന വെള്ള പേപ്പറിൽ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എഴുതി വെച്ചത് എന്താണ് എന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കഴിവോ ഈ പറയുന്ന ഇലിറ്ററേറ്റ് വ്യക്തിക്ക് കാണുമെന്നില്ല. അതുകൊണ്ട് ഇലിറ്ററേറ്റ് വ്യക്തിക്ക് ഇത്തരത്തിൽ ഒരു അധികാരം, അയാളിലുള്ള അധികാരം മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുവാൻ സാധിക്കില്ല. അതാണ് നമ്മുടെ ആൻസർ. ആൻ ഇലിറ്ററേറ്റ് പേഴ്സൺ കനോട്ട് ഡെലിഗേറ്റ് ദ അതോറിറ്റി.
അടുത്തത് ഇലിറ്ററേറ്റ് കസ്റ്റമറുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സുകളാണ്, നമുക്കൊന്ന് നോക്കാം. നോ ചെക്ക് ബുക്ക് ടു ബി ഇഷ്യൂഡ്. ഇലിറ്ററേറ്റ് വ്യക്തിക്ക്, ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണ് ചെക്ക് ബുക്ക് ഫെസിലിറ്റി ബാങ്കുകൾ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൊടുക്കുന്നില്ല. ഓർത്തു വെച്ചോണം, നോ ചെക്ക് ബുക്ക് ഫെസിലിറ്റി. ഓർത്തു വെച്ചോണേ, ഇലിറ്ററേറ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യുന്നില്ല. കാരണം ചെക്കിനകത്ത് നമുക്ക് സൈൻ ആണ് ചെയ്തു കൊടുക്കേണ്ടത്. ചെക്കിനകത്ത് തമ്പ് ഇംപ്രഷൻ കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒപ്പിടാൻ അറിയാത്ത വ്യക്തിക്ക് ചെക്ക് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല, ചെക്ക് ഇഷ്യൂ ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെ ഈ വ്യക്തി പൈസ എടുക്കുമെന്ന് ചോദിച്ചാൽ അവിടെ ബാങ്കുകളിൽ നമ്മൾ ഡയറക്റ്റ് ചെന്ന് കഴിഞ്ഞാൽ ചെക്കിന്റെ ആവശ്യമില്ല. ചെക്ക് ഇല്ലാതെ തന്നെ നമുക്ക് ഈ ചില വിഡ്രോവൽ സ്ലിപ്പ് കിട്ടും. ആ വിഡ്രോവൽ സ്ലിപ്പിൽ നമ്മുടെ എമൗണ്ട് എഴുതി ആ ബാങ്കിലെ എംപ്ലോയിയുടെ മുമ്പിൽ വെച്ച് തന്നെ തമ്പ് ഇംപ്രഷൻ ഇട്ടുകൊടുക്കാമെങ്കിൽ ആ പൈസ നമുക്ക് എടുക്കാവുന്നതാണ്. ഇലിറ്ററേറ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് പൈസ എടുക്കാവുന്നതാണ്, വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓർത്തു വെച്ചോണം, ഇലിറ്ററേറ്റ് ആയിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് ചെക്ക് ബുക്ക് ഫെസിലിറ്റി കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് മേ ബി ഇഷ്യൂഡ്. ഡെബിറ്റ് കാർഡ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, ഓക്കെ ആണല്ലോ. ഡെബിറ്റ് കാർഡ് ഫെസിലിറ്റി അവിടെ ഓഫർ ചെയ്യുന്നുണ്ട്, എന്നാൽ ചെക്ക് ബുക്ക് ഫെസിലിറ്റി ഓഫർ ചെയ്യുന്നില്ല. വിഡ്രോവൽ ഫ്രം ദ അക്കൗണ്ട് ഷുഡ് ബി അലൗഡ് വെൻ ദ കസ്റ്റമർ കംസ് ടു ദ ബാങ്ക് വിത്ത് ദ പാസ്ബുക്ക്. ഇലിറ്ററേറ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് ഡയറക്റ്റ് ബാങ്കിൽ ചെന്ന് നേരിട്ട് ബാങ്കിൽ പോയി പൈസ എടുക്കുവാനായി സാധിക്കുകയുള്ളൂ. വേറൊരു വ്യക്തി മുഖേന ഈ പറയുന്ന ഇലിറ്ററേറ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് അയാളുടെ അക്കൗണ്ടിലുള്ള പൈസ എടുക്കുവാൻ സാധിക്കില്ല, ഓക്കെ ആണല്ലോ. ഡയറക്റ്റ് ബാങ്കിൽ പോയി ഈ പറയുന്ന ബാങ്ക് എംപ്ലോയീസിന്റെ മുമ്പിൽ വെച്ച് തമ്പ് ഇംപ്രഷൻ ഇട്ടുകൊടുത്താൽ മാത്രമേ ഈ പറയുന്ന ഇലിറ്ററേറ്റ് ആയിട്ടുള്ള വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഓർത്തു വെക്കുക. അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബാങ്ക് കനോട്ട് ഗീവ് എനി ലോൺസ് ടു കസ്റ്റമർ. ഇവിടെ ഏത് ബാങ്കാണ്, ഇവിടെ പല തരത്തിലുള്ള ബാങ്കുകളാണ് ഓപ്ഷനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഏത് ബാങ്കാണ് കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കാത്തത്? ഓക്കെ ആണല്ലോ. ബാങ്കുകൾ ലോൺ കൊടുക്കാറുണ്ട്. ബാങ്കിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കുകയാണ്. ലോൺ കൊടുക്കുന്നതിൽ നിന്ന് ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്ത് അതാണ് ബാങ്കുകളുടെ എന്തെന്ന് പറയുന്നത്, വരുമാനം എന്ന് പറയുന്നത്. എന്നാൽ ലോൺ കൊടുക്കാത്ത ബാങ്ക് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓർത്തു വെക്കുക, ലോൺ കൊടുക്കാത്ത ബാങ്ക് എന്ന് പറയുന്നത് പേയ്മെന്റ് ബാങ്കുകളാണ്. നമ്മൾ ഡിഫറൻഷിയേറ്റഡ് ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു ഭാഗം പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പേയ്മെന്റ് ബാങ്കുകളെ പറ്റി പഠിക്കുന്നുണ്ട്. അവിടെ പേയ്മെന്റ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് എന്തല്ല, കസ്റ്റമേഴ്സിന് എന്ത് ഓഫർ ചെയ്യുന്നില്ല, ലോണുകളൊന്നും ഓഫർ ചെയ്യുന്നില്ല. നമുക്ക് നോക്കാം പേയ്മെന്റ് ബാങ്കുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ. ഈ പറയുന്ന പേയ്മെന്റ് ബാങ്കുകൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 2014 പേയ്മെന്റ് ബാങ്കുകൾ നിലവിൽ വന്ന വർഷം 2014. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടയാണ് പേയ്മെന്റ് ബാങ്കുകൾ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, നച്ചിക്കേത് മോർ കമ്മിറ്റിയാണ്. ഓക്കെ ആണല്ലോ. RBI അപ്പോയിന്റ് ചെയ്ത നച്ചിക്കേത് മോർ കമ്മിറ്റിയാണ് പേയ്മെന്റ് ബാങ്കുകൾ ഇന്ത്യയിൽ വേണം എന്നൊരു റെക്കമെൻഡേഷൻ കൊടുത്തത്. ദ മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ് വളരെ പ്രധാനപ്പെട്ടയാണ്. പേയ്മെന്റ് ബാങ്കുകൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ, പേയ്മെന്റ് ബാങ്കുകൾ തുടങ്ങണമെങ്കിൽ അവിടെ അവർക്കുണ്ടായിരിക്കേണ്ട മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ 100 കോടിയാണ്. ഓക്കെ ആണല്ലോ. 100 കോടി രൂപയാണ് അവരുടെ മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ദേ ക്യാൻ അക്സെപ്റ്റ് എ ഡെപ്പോസിറ്റ് അപ് ടു 2 lakh പെർ കസ്റ്റമർ. ഈ പറയുന്ന പേയ്മെന്റ് ബാങ്കുകൾക്ക് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കാം. ഓക്കെ ആണല്ലോ. ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാം. പക്ഷേ പേയ്മെന്റ് ബാങ്കുകൾ എന്ത് കൊടുക്കുന്നില്ല, ലോൺ കൊടുക്കുന്നില്ല. ഓർത്തു വെച്ചോണേ, അങ്ങനെ നിക്ഷേപങ്ങൾ സ്വീകരിച്ചാലും അവിടെ ഒരു പരിധി പറയുന്നുണ്ട്. ഒരു കസ്റ്റമറിൽ നിന്നും മാക്സിമം 2 ലക്ഷം രൂപ വരെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിക്കത്തുള്ളൂ. വളരെ പ്രധാനപ്പെട്ടതാണ്. പേയ്മെന്റ് ബാങ്കുകൾ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വീകരിക്കുന്നുണ്ട്. മാക്സിമം ഒരു കസ്റ്റമറിൽ നിന്നും 2 ലക്ഷം രൂപ വരെ മാത്രമേ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ATM ഡെബിറ്റ് കാർഡ് ക്യാൻ ബി ഇഷ്യൂഡ്. ഈ പറയുന്ന പേയ്മെന്റ് ബാങ്കുകൾ 2 ലക്ഷം രൂപ വരെ നമ്മൾ നിക്ഷേപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 2 ലക്ഷത്തിനകത്തുള്ള ട്രാൻസാക്ഷനുകൾ കസ്റ്റമേഴ്സിന് നടത്താം ATM ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച്. എന്നാൽ നോ ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി.
പേയ്മെന്റ് ബാങ്കുകൾ ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടോ? ഇല്ല, ലോൺ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു അല്ലെ. ലോൺ എന്താണ്? ഒരു ക്രെഡിറ്റ് ആണ്, ക്രെഡിറ്റ് ഫെസിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പേയ്മെന്റ് ബാങ്കുകളുടെ കസ്റ്റമേഴ്സിന് എന്ത് കൊടുക്കുന്നില്ല? ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ടാണ്. ഡെബിറ്റ് കാർഡും ATM കാർഡും പേയ്മെന്റ് ബാങ്കുകൾ ഓഫർ ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റ് കാർഡ് ഓഫർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന പേയ്മെന്റ് ബാങ്കുകളിൽ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചാൽ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കും. എന്നാൽ ഒരു കസ്റ്റമറിൽ നിന്നും മാക്സിമം 2 ലക്ഷം രൂപ വരെ മാത്രമേ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുകയുള്ളൂ. പേയ്മെന്റ് ബാങ്കുകൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത് 2014 RBI അപ്പോയിന്റ് ചെയ്ത നച്ചികേത് മോർ കമ്മിറ്റിയാണ് പേയ്മെന്റ് ബാങ്കുകൾ ഇന്ത്യയിൽ റെക്കമെൻഡ് ചെയ്തത്. ഓർത്തു വെക്കുക. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇൻ കോപ്പറേറ്റീവ് ബാങ്കിങ്, CAMEL C is a supervisory rating system used to access the financial health and stability of cooperative banks. What is the expansion of the last C when is added recently to common CAMEL's rating system? പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു റേറ്റിംഗ് സിസ്റ്റമാണ് CAMEL's റേറ്റിംഗ് സിസ്റ്റം. CAMEL's ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളെ അവരുടെ സ്റ്റെബിലിറ്റി, അവരുടെ സ്ട്രെങ്ത്, വീക്ക്നെസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി അവിടെ കുറച്ച് ഉദ്യോഗസ്ഥരെ നിയോഗിക്കപ്പെടുന്നു. അവർ പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിച്ച് വിശദമാക്കി അവരുടെ സ്ട്രെങ്ത് എന്താണ്, അവരുടെ വീക്ക്നെസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി അവർക്കൊരു റേറ്റിംഗ് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ. ഈ റേറ്റിംഗ് കൊടുക്കുന്ന ആ ഒരു രീതിയാണ് CAMEL's റേറ്റിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ CAMELSലെ ചില പരിഷ്കരണങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് വളരെ പ്രധാനമായിട്ട് ഓർത്തു വെക്കേണ്ടത്. ഓരോന്നും CAMEL's റേറ്റിംഗിനകത്തെ C എന്ന് പറയുന്ന ഇതാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. CAMEL C എന്നാണ് ഇപ്പോഴത്തെ പേര്. അതിനകത്ത് ലാസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള C എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റ് C എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? നോക്കുക, എന്താണ്? കംപ്ലൈൻസ് ആണ്. ആൻസർ ഓപ്ഷൻ ബി, കംപ്ലൈൻസ്. CAMEL Cയിലേക്ക് ലാസ്റ്റ് C എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ കംപ്ലൈൻസ് ആണ്. നോക്കാം, എന്താണ് CAMEL's റേറ്റിംഗ്? CAMEL's is an international rating system used by regulatory banking authorities to rate financial institutions. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെ റേറ്റ് ചെയ്യാനുള്ള ഒരു ഇന്റർനാഷണൽ റേറ്റിംഗ് സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്? CAMEL's റേറ്റിംഗ് എന്ന് പറയുന്നത്. CAMEL's rating is a rating system where the bank regulators or examiners evaluate an overall performance of the bank and determine their strength and weakness. ഇവിടെ ഈ പറയുന്ന CAMEL's റേറ്റിംഗ് നടത്താനായിട്ട് ഓരോ ബാങ്കുകളിലേക്കും അവിടെ നിയോഗിക്കപ്പെട്ട ചില റെഗുലേറ്റേഴ്സ്, ഇവാലുവേറ്റേഴ്സ് ഒക്കെ വന്ന് അവിടെ പരിശോധനകൾ നടത്തുന്നു. ശേഷം അവിടെ ഓരോ ബാങ്കിനും ഓരോ റേറ്റിംഗ് കൊടുക്കുന്നു. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ സ്ഥാപനത്തിന്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബാങ്കിങ് റേറ്റിംഗ് ഈസ് ആൻ ഇന്ത്യ came into existence as with the recommendation of പത്മനാഭൻ കമ്മിറ്റി. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഇന്റർനാഷണൽ റേറ്റിംഗ് സിസ്റ്റമാണ്. അത് ഇനി ഇന്ത്യയിലേക്ക് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ആരാണെന്ന് ചോദിച്ചാൽ പത്മനാഭൻ കമ്മിറ്റിയാണ്. ഓർത്ത് വെച്ചോണം, CAMEL's റേറ്റിംഗ് ഇന്ത്യയിൽ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ പത്മനാഭൻ കമ്മിറ്റിയാണ്. നോക്കാം, ഇവിടെ നിന്നാണ് ഇനി ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. ഈ CAMELS അതാണ് ഇപ്പോഴത്തെ പേര്. CAMEL's റേറ്റിംഗിന് ഇപ്പോഴത്തെ പേര് ഈ CAMELS എന്നാണ്. നമ്മുടെ അടുത്ത് ചോദിച്ചാൽ ലാസ്റ്റ് C എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നാണ്. ലാസ്റ്റ് C എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? അത് നമ്മൾ പറഞ്ഞാണ്. എന്താണ് C ഡിനോട്ട് ചെയ്യുന്നത്? കംപ്ലൈൻസ് ആണ്. ഇതുപോലെ ഓരോ ലെറ്റേഴ്സ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. നോക്കാം, ഈ CAMELSനകത്ത് ഈ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ എൻഹാൻസ്ഡ് ക്യാപിറ്റൽ അഡിക്വസി. ഇവിടെ ഈ C എന്ന് പറയുന്ന ഈ ലെറ്റർ മൊത്തത്തിൽ നോക്കണം. ഈ C എന്ന് വെച്ചാൽ എന്താണ്? എൻഹാൻസ്ഡ് ക്യാപിറ്റൽ അഡിക്വസി എന്നാണ്. A എന്ന് വെച്ചാൽ അസറ്റ് ക്വാളിറ്റി ആണ്. M എന്ന് വെച്ചാൽ മാനേജ്മെന്റ് ആണ്. E എന്ന് വെച്ചാൽ ഏർണിങ്സ് ആണ്. L എന്ന് വെച്ചാൽ ലിക്വിഡിറ്റി ആണ്. S എന്ന് വെച്ചാൽ സിസ്റ്റം ആൻഡ് കൺട്രോൾ ആണ്. അതുപോലെ തന്നെ C എന്ന് വെച്ചാൽ കംപ്ലൈൻസ് ആണ്. ഇതുപോലെ ഓരോ ലെറ്റേഴ്സും എന്തൊക്കെയാണെന്ന് എടുത്തു ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ചോദിച്ചത് C ആണ്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് E ആവാം, A ആവാം, M ആവാം, E ആവാം, L ആവാം, എന്തോ ആവാം. അപ്പൊ നമ്മൾ പഠിച്ചു വെച്ചോണം. E എന്ന് വെച്ചാൽ എൻഹാൻസ്ഡ് ക്യാപിറ്റൽ അഡിക്വസി എന്ന് പഠിച്ചു വെക്കുക. A എന്ന് വെച്ചാൽ അസറ്റ് ക്വാളിറ്റി ആണ്. M എന്ന് വെച്ചാൽ മാനേജ്മെന്റ് ആണ്. E എന്ന് വെച്ചാൽ ഏർണിങ്സ് ആണ്. L എന്ന് വെച്ചാൽ ലിക്വിഡിറ്റി ആണ്. S എന്ന് വെച്ചാൽ സിസ്റ്റം ആൻഡ് കൺട്രോൾ ആണ്. C എന്ന് വെച്ചാൽ കംപ്ലൈൻസ് ആണ്. ഓർത്തു വെക്കുക. അടുത്തത് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. A and B maintain a joint account F or S with you. B gives a notice to you stating that
ബാങ്ക് ഷുഡ് നോട്ട് ടു മേക്ക് എനി പേയ്മെന്റ് ടു എ വിത്തൗട്ട് ബി's സിഗ്നേച്ചർ. ഓക്കെ ആണല്ലോ. നിങ്ങളുടെ ബാങ്കിൽ ഒരു F4S അക്കൗണ്ട് എയും ബിയും കൂടെ എടുത്തിട്ടുണ്ട്. എയും ബിയും ജോയിന്റ് ആയിട്ട് F4S എന്ന് പറയുന്ന ക്ലോസിൽ ഒരു ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്താണ് F4S? ആദ്യം മനസ്സിലാക്കണം. നമ്മൾ അവിടെ ഈ പറയുന്ന ജോയിന്റ് അക്കൗണ്ടിന്റെ കേസിൽ ചില സർവൈവർ ക്ലോസിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. F4S എന്ന് വെച്ചാൽ ഫോർമർ ഓർ സർവൈവർ എന്നാണ്. F4S എന്നാൽ ഫോർമർ ഓർ സർവൈവർ. ഇവിടെ രണ്ട് പേര് ചേർന്ന് ഒരു ജോയിന്റ് അക്കൗണ്ട് എടുക്കുന്ന കേസിലാണ് ഈ സർവൈവർ ക്ലോസ് നമുക്ക് വെക്കാൻ പറ്റുന്നത്. F4S. എ ആൻഡ് ബി, എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ ഒരു ബാങ്കിലേക്ക് ചെല്ലുന്നു. F4S എന്ന് പറയുന്ന ക്ലോസിൽ അവർ ഒരു ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് അവർക്ക് ഒരു ഓപ്പൺ ചെയ്യാനായിട്ട് ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം കിട്ടും, ഫില്ല് ചെയ്ത് കൊടുക്കാൻ. അതിനകത്ത് പ്രൈമറി സെക്കൻഡറി എന്ന് പറയുന്ന ആദ്യം ഒരു വ്യക്തിയുടെ പേര് എഴുതണം, രണ്ടാമത് ഒരു വ്യക്തിയുടെ പേര് എഴുതണം. എന്ന് വെച്ചാൽ രണ്ടുപേര് ചേർന്നാണല്ലോ ജോയിന്റ് ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ആദ്യം അവിടെ പേര് എഴുതി ചേർക്കുന്ന വ്യക്തി ആരാണോ, അഥവാ ഫോർമർ എന്ന് വെച്ചാൽ ആദ്യത്തെ വ്യക്തി, ആ വ്യക്തിക്കാണ് ആ ഒരു അക്കൗണ്ടിലെ ഓപ്പറേഷൻസ് എല്ലാം നടത്തുവാൻ സാധിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടാണ്. ഫോർമർ ഓർ സർവൈവറിന്റെ കേസിൽ ഫോർമർ അഥവാ ആദ്യം അതിൽ പേര് ആരുടെയാണോ എഴുതി വെക്കുന്നത്, പ്രൈമറി ആയിട്ട് ആരുടെ പേരാണോ എഴുതി വെക്കുന്നത്, ആ വ്യക്തിക്കാണ് ആ ഒരു അക്കൗണ്ടിലെ ഓപ്പറേഷൻസ് നടത്തുവാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ എയും ബിയും കൂടെ എ പ്രൈമറി ആയിട്ട് എഴുതി ഒപ്പിട്ട് അഥവാ എ ഫോർമർ ആയിട്ട് നിന്നുകൊണ്ട് ഒരു ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു അവസരത്തിൽ ഫോർമർ ഓർ സർവൈവർ ആണെങ്കിൽ എ ആണ് അവിടുത്തെ അക്കൗണ്ട് ഓപ്പറേഷൻസ് എല്ലാം നടത്തുന്നത്. ബിക്ക് അവിടെ യാതൊരു അധികാരവും വരുന്നില്ല. ബി എപ്പോഴാണ് അധികാരപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ബിക്ക് എപ്പോഴാണ് അവിടെ ആ ഒരു അധികാരം വരുന്നതെന്ന് ചോദിച്ചാൽ, എ എന്ന് പറയുന്ന വ്യക്തി അഥവാ ഫോർമർ മരണപ്പെടുമ്പോൾ അവിടെ സർവൈവർ അഥവാ ജീവനോടെയുള്ള വ്യക്തി ആരാണോ ആ വ്യക്തിക്കാണ് പിന്നീട് അധികാരം വരുന്നത്. ഇവിടെ സർവൈവർ എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടെ നിൽക്കുമ്പോൾ എ ആണ് അവിടെ ഫോർമർ, എ മരണപ്പെട്ടാൽ പിന്നെ ബി ആണ് അവിടെ ഉള്ളത്, ബി ആണ് അവിടെ സർവൈവർ. പിന്നീട് മരണശേഷം ഫോർമറിന്റെ മരണശേഷം മാത്രമേ ബിക്ക് അധികാരം പോകുന്നുള്ളൂ. അല്ലാതെ എ ഉള്ളപ്പോൾ ബിക്ക് യാതൊരു വിധത്തിലുള്ള അധികാരവും അവിടെ വരുന്നില്ല. അതാണ് ഫോർമർ ഓർ സർവൈവറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ ബി എന്ന് പറയുന്ന വ്യക്തി നമുക്കൊരു നോട്ടീസ് തരുവാണ്, അല്ലെങ്കിൽ ബാങ്കിന് ഒരു നോട്ടീസ് കൊടുക്കുവാണ്. എന്താണ് അവിടെ നോട്ടീസിൽ പറയുന്നത്? ബി എന്ന് പറയുന്ന എൻ്റെ സിഗ്നേച്ചർ ഇല്ലാതെ എക്ക് യാതൊരു കാരണവശാലും ഒരു പേയ്മെന്റുകളും നടത്താൻ അധികാരം കൊടുക്കരുത് എന്നാണ് അവിടെ ബി ഒരു നോട്ടീസ് കൊടുത്തത്. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കൊടുക്കാൻ കഴിയില്ല. കാരണം ഫോർമർ ഓർ സർവൈവർ ആണ്. അങ്ങനെ ഒരു നോട്ടീസ് കൊടുത്താലും ബാങ്ക് അത് മുഖവിലേക്ക് എടുക്കില്ല. കാരണം അവിടെ ഫോർമർ എന്ന് പറയുന്നത് എ ആണ്. എ പറയണം, എയുടെ ഡിസിഷൻ ആണ് അവിടെ മുൻതൂക്കം എന്ന് പറയുന്നത്. എയുടെ അധികാരത്തിലാണ് ആ അക്കൗണ്ടുകൾ ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത്. എ മരണപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമേ പിന്നീട് ബിക്ക് അധികാരം പോവുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഇഗ്നോർ ദ നോട്ടീസ് ഫ്രം ദ ബി ബിക്കോസ് he will come into picture only after the death of A. എ മരണപ്പെട്ടതിന് ശേഷം മാത്രമേ ബി എ അവിടെ ബാങ്കുകൾ കൂട്ടാക്കുകയുള്ളൂ, ബിക്ക് അവിടെ വാല്യൂ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ബി കൊടുത്ത നോട്ടീസിനെ തള്ളിക്കളയും. ഓക്കെ, എക്കാണ് അവിടെ അധികാരം. കാരണം ഇതൊരു ഫോർമർ ഓർ സർവൈവർ ക്ലോസിലുള്ള അക്കൗണ്ട് ആണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടാണ് സർവൈവർ ക്ലോസ്. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് എയ്തർ ഓർ സർവൈവർ അക്കൗണ്ട്. ഇത്തരത്തിൽ ഒരുപാട് സർവൈവർ ക്ലോസുകൾ ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് എയ്തർ ഓർ സർവൈവർ. ഇവിടെ എയ്തർ ഓർ സർവൈവർ എന്ന് വെച്ചാൽ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് വ്യക്തികൾ എയ്തർ ഓർ സർവൈവർ ക്ലോസിലാണ് ഒരു ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ രണ്ടു പേർക്കും തുല്യ പ്രാധാന്യം. ഓക്കെ ആണല്ലോ. എ വിചാരിച്ചാലും ബി വിചാരിച്ചാലും അക്കൗണ്ടിലെ ഓപ്പറേഷൻസുകൾ നടത്താൻ സാധിക്കുന്നതാണ്. അതാണ് എയ്തർ ഓർ സർവൈവറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നോക്കാം. ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് ജോയിന്റ് അക്കൗണ്ട്. ഓൺലി 2 ഇൻഡിവിജ്വൽ ക്യാൻ ഓപ്പറേറ്റ് ദ അക്കൗണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് പേര് ചേർന്നാണ് എയ്തർ ഓർ സർവൈവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. രണ്ട് പേര്. ആ കേസിൽ പ്രൈമറി അക്കൗണ്ട് ഹോൾഡർ ആൻഡ് സെക്കൻഡറി അക്കൗണ്ട് ഹോൾഡർ അല്ലെ, അവിടെ ഒരു പ്രൈമറി അക്കൗണ്ട് ഹോൾഡറും കാണും, സെക്കൻഡറി അക്കൗണ്ട് ഹോൾഡറും കാണും. ബോത്ത് ക്യാൻ ആക്സസ് ദ അക്കൗണ്ട് ആൻഡ് ട്രാൻസ്ഫർ ദ ഫണ്ട്.
അതാണ് അവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. എ ബി പ്രൈമറി സെക്കൻഡറി ആരോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇവിടെ എയ്തർ ഓർ സർവൈവർ ക്ലോസിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളതെങ്കിൽ രണ്ടുപേർക്കും തുല്യ പ്രാധാന്യം. ആരെങ്കിലും ഒരാൾ വിചാരിച്ചാലും അക്കൗണ്ടിലെ ഓപ്പറേഷൻസ് നടത്താൻ കഴിയുന്നതാണ്. The final balance and interest, if any, will be paid to the survivor on death of any one of the account holder. ഇവിടെ എയ്തർ ഓർ സർവൈവർ ആണ്. എ ബി രണ്ടുപേര് ജീവനോടെ ഉണ്ടെങ്കിൽ എ വിചാരിച്ചാലും ബി വിചാരിച്ചാലും അക്കൗണ്ടിൽ ഓപ്പറേഷൻസ് നടത്താം. എ ആണ് മരണപ്പെടുന്നതെങ്കിൽ പിന്നെ അവിടെ സർവൈവർ ആയിട്ടുള്ള ബി ആണ്. ബിക്ക് അവിടെ വേണമെങ്കിൽ അക്കൗണ്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ബാലൻസ് എമൗണ്ട് ബിക്ക് കൈപ്പറ്റാവുന്നതാണ്. അല്ലെങ്കിൽ അതല്ല തിരിച്ച് ബി ആണ് മരണപ്പെടുന്നതെങ്കിൽ എ ആണ് അവിടെ സർവൈവർ, എയ്ക്കും അതേ കേസ് തന്നെ ബാധകമാണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടാണ് എയ്തർ ഓർ സർവൈവർ അഥവാ ഇ ഓർ എസ്. ഓക്കെ, ഇ ഓർ എസ് എന്ന് വെച്ചാൽ എയ്തർ ഓർ സർവൈവർ. അടുത്തത് എനിവൺ ഓർ സർവൈവർ. ഓക്കെ, എനിവൺ ഓർ സർവൈവർ അഥവാ എ ഓ എസ്. നമ്മൾ നേരത്തെ പറഞ്ഞ എയ്തർ ഓർ സർവൈവറുമായിട്ട് ബന്ധമുള്ള ഒരു ഭാഗമാണ് എനിവൺ ഓർ സർവൈവർ. ഇവിടുത്തെ കേസിൽ രണ്ടിൽ കൂടുതൽ വ്യക്തികൾ ഒരു ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന അവസരത്തിലാണ് എനിവൺ ഓർ സർവൈവർ ക്ലോസ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ എ ബി സി എന്നീ 3 വ്യക്തികൾ, അല്ലെങ്കിൽ അതിൽ രണ്ടിൽ കൂടുതലുള്ള എത്രയോ വ്യക്തികളായിക്കോട്ടെ, ഈ കേസിൽ അത് എനിവൺ ഓർ സർവൈവർ ക്ലോസിലാണ് അക്കൗണ്ട് എങ്കിൽ ഇതിൽ ആര് വിചാരിച്ചാലും അക്കൗണ്ടിലെ ഓപ്പറേഷൻസുകൾ നടത്താൻ സാധിക്കുന്നതാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ എയ്തർ ഓർ സർവൈവറിന്റെ കേസിൽ 2 അക്കൗണ്ട് വരും അല്ലെ, 2 പാർട്ടീസേ അവിടെ വരുന്നുള്ളൂ. എന്നാൽ എനിവൺ ഓർ സർവൈവറിന്റെ കേസിലോ 2ൽ കൂടുതൽ വരും. ഓക്കെ, ദിസ് ഈസ് സിമിലർ ടു എയ്തർ ഓർ സർവൈവർ അക്കൗണ്ട് അല്ലെ. എയ്തർ ഓർ സർവൈവർ പോലെയുള്ള ഒരു അക്കൗണ്ട് ആണ്. ദ ഓൺലി ഡിഫറൻസ് ഈസ് മോർ ദാൻ 2 ഇൻഡിവിജ്വൽസ് അല്ലെ. 2ൽ കൂടുതൽ ഇൻഡിവിജ്വൽസ് ജോയിന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു സർവൈവർ ക്ലോസ് ആണ് എനിവൺ ഓർ സർവൈവർ അക്കൗണ്ട്. അടുത്തത് ഫോർമർ ഓർ സർവൈവർ, FORS. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഫോർമർ ഓർ സർവൈവർ. അവിടെ ഒരു പ്രൈമറി കാണും, സെക്കൻഡറി കാണും. പ്രൈമറി ആയിട്ട് എഴുതി കൊടുത്ത വ്യക്തി ആരാണോ ആ വ്യക്തിക്കാണ് ആ അക്കൗണ്ടിലെ അധികാരങ്ങൾ മുഴുവൻ പോകുന്നത്. പ്രൈമറി എപ്പോൾ മരണപ്പെടുന്നുണ്ടോ അപ്പോൾ മാത്രമേ സെക്കൻഡറി ആയിട്ടുള്ള അല്ലെങ്കിൽ സർവൈവർ ആരാണോ അവർക്ക് അധികാരം പോകുന്നത്. ഓക്കെ, ഇൻ ദിസ് ടൈപ്പ് ഓഫ് ജോയിന്റ് അക്കൗണ്ട് ഓൺലി ദ ഫസ്റ്റ് അക്കൗണ്ട് ഹോൾഡർ അഥവാ പ്രൈമറി ക്യാൻ ആക്സസ് ആൻഡ് ഓപ്പറേറ്റ് ദ അക്കൗണ്ട് ടിൽ ഓർ ഷീ ഹീസ് അലൈവ് അല്ലെ. ഈ പറയുന്ന പ്രൈമറി ആയിട്ടിരിക്കുന്ന ആൾക്ക് മാത്രമാണ് അക്കൗണ്ടിലെ ഓപ്പറേഷൻസ് ആക്സസ് ചെയ്യാനോ ഓപ്പറേറ്റ് ചെയ്യാനോ ഒക്കെ സാധിക്കുന്നത്. സർവൈവർ അഥവാ സെക്കൻഡറി ആയിട്ട് നിൽക്കുന്ന വ്യക്തി ആരാണോ, സെക്കൻഡറി ആയിട്ട് ഒപ്പിട്ട ആരാണോ അയാൾക്ക് അങ്ങനെ നിൽക്കാമെന്നേ ഉള്ളൂ. പ്രൈമറി മരണപ്പെട്ടാൽ മാത്രമേ സർവൈവർക്ക് അവിടെ അധികാരം പോവുകയുള്ളൂ. The second holder അഥവാ സെക്കൻഡ് ആപ്ലിക്കന്റ് ക്യാൻ ഓപ്പറേറ്റ് ദ അക്കൗണ്ട് ഓൺലി ഓൺ ദ ഡെത്ത് ഓഫ് പ്രൈമറി അക്കൗണ്ട് ഹോൾഡർ. പ്രൈമറി അക്കൗണ്ട് ഹോൾഡർ മരണപ്പെടുമ്പോൾ മാത്രമേ സെക്കൻഡറി ആയിട്ട് സൈൻ ചെയ്ത വ്യക്തിക്ക് അവിടെ അധികാരം പോവുകയുള്ളൂ. ഏതിന്റെ കേസിൽ? ഫോർമർ ഓർ സർവൈവറിന്റെ കേസിൽ, FORS. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. അടുത്തത് ലാറ്റർ ഓർ സർവൈവർ അഥവാ LORS. ലാറ്റർ ഓർ സർവൈവർ. നേരത്തെ ഫോർമർ ഓർ സർവൈവർ പറഞ്ഞപ്പോൾ പ്രൈമറിക്കായിരുന്നു പ്രാധാന്യം. ലാറ്റർ ഓർ സർവൈവർ എന്ന് വെച്ചാൽ രണ്ടാമത്തെ വ്യക്തി അഥവാ സെക്കൻഡറി അക്കൗണ്ട് ഹോൾഡറിനാണ് അവിടെ പ്രാധാന്യം. പ്രൈമറിക്ക് അവിടെ യാതൊരു വിലയുമില്ല. ഓക്കെ, സെക്കൻഡറി ആയിട്ട് എഴുതി ഇട്ട ആരാണോ, സെക്കൻഡറി ആയിട്ട് അവിടെ നമ്മൾ പേര് കൊടുത്തത് ആരാണോ ആ വ്യക്തിക്കാണ് അക്കൗണ്ടിലെ എല്ലാ അധികാരങ്ങളും പോകുന്നത്. എപ്പോഴാണോ ഈ പറയുന്ന സെക്കൻഡ് അക്കൗണ്ട് ഹോൾഡർ സെക്കൻഡറി ആയിട്ട് ഒപ്പിട്ട് കൊടുത്ത അല്ലെങ്കിൽ സൈൻ ചെയ്ത് കൊടുത്ത വ്യക്തി മരണപ്പെടുന്നത് അപ്പോൾ മാത്രമേ പ്രൈമറിക്ക് അധികാരം അവിടെ വരുന്നുള്ളൂ. ഓർത്തു വെച്ചോണം. ദ മെയിൻ ഡിഫറൻസ് ഈസ് ഓൺലി ദ സെക്കൻഡ് അക്കൗണ്ട് ഹോൾഡർ ക്യാൻ ആക്സസ് ആൻഡ് ഓപ്പറേറ്റ് ദ അക്കൗണ്ട് ടിൽ ദ ടൈം ഹി ഓർ ഷീ അലൈവ്. ഓർത്തു വെച്ചോണം. സെക്കൻഡ് അക്കൗണ്ട് ഹോൾഡറിനാണ് ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും ആക്സസ് ചെയ്യാനും ഒക്കെ അധികാരമുള്ളൂ. പ്രൈമറിക്ക് അവിടെ യാതൊരു വിധ അധികാരവും വരുന്നില്ല. ദ പ്രൈമറി അഥവാ ഫസ്റ്റ് അക്കൗണ്ട് ഹോൾഡർ എപ്പോഴാണ് അയാൾക്ക് അധികാരം പോകുന്നതെന്ന് ചോദിച്ചാൽ ഓൺലി ഓൺ ദ ഡെത്ത് ഓഫ് സെക്കൻഡ് അക്കൗണ്ട് ഹോൾഡർ. സെക്കൻഡറി ആയിട്ട് നിൽക്കുന്ന വ്യക്തി എന്നാണോ മരണപ്പെടുന്നത്, എപ്പോഴാണോ മരണപ്പെടുന്നത് അതിനുശേഷം മാത്രമേ പ്രൈമറിക്ക് അവിടെ അധികാരം വരുന്നുള്ളൂ. ഏതിന്റെ കേസിൽ? ലാറ്റർ ഓർ സർവൈവർ. ഓക്കെ, LORS വളരെ പ്രധാനപ്പെട്ടാണ് ഈ സർവൈവർ ക്ലോസ്. ഓക്കെ, അടുത്ത ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. Which of the following categories of person, institution are eligible to open savings account with a bank? താഴെ പറയുന്നവയിൽ ഏത് വ്യക്തിക്ക് അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിനാണ് SB അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുവാൻ കഴിയുന്നത്, എലിജിബിൾ ആയിട്ടുള്ളത്? SB അക്കൗണ്ട് എന്ന് വെച്ചാൽ സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണ് അധികാരപ്പെട്ടത്. താഴെ പറയുന്ന ഏത് വ്യക്തിക്കാണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്.
ഇൻഡിവിജ്വൽ either in single name or joint name of two or more person. അല്ലെ, ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തിക്ക് ഇൻഡിവിജ്വൽ ആയിട്ടോ ജോയിന്റ് ആയിട്ടോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. SB അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തുകൂടായോ? ഓപ്പൺ ചെയ്യാം. ശരിയാണ്. മൈനർ ഏജ്ഡ് അബൌട്ട് 10 years can open and operate a saving account independently. നമുക്കറിയാം, ഒരു വ്യക്തിക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഒരു പ്രത്യേക പ്രായപരിധി പറയുന്നില്ല. എന്നാൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് സിംഗിൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറഞ്ഞ പ്രായപരിധി എന്ന് പറഞ്ഞാൽ 10 വയസ്സാണ്. 10 വയസ്സിന് മുകളിലോട്ടുള്ള ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് അക്കൗണ്ട് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാനോ ഓപ്പൺ ചെയ്യാനോ ഒക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന മൈനർ ആയിട്ടുള്ള 10 വയസ്സിന് മുകളിലോട്ടുള്ള പ്രായമുള്ള മൈനർ ആയിട്ടുള്ള വ്യക്തിക്ക് SB അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. കുഴപ്പമൊന്നുമില്ല. കർത്ത ഓഫ് HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഹിന്ദു ലോ പ്രകാരം നിയമം വന്ന ഒരു സ്ഥാപനം അല്ലെ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ് HUF എന്ന് പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, അതിൽ മുകളിലത്തെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് കർത്ത എന്ന് പറയുന്നത്. കർത്തയ്ക്ക് അഥവാ HUF-ലെ കർത്തയ്ക്ക് SB അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഓപ്പൺ ചെയ്യുവാൻ കഴിയും. കുഴപ്പമൊന്നുമില്ല, റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി അബോവ് ക്യാൻ ഓപ്പൺ SB അക്കൗണ്ട്. മുകളിൽ പറഞ്ഞ എല്ലാ ആൾക്കാർക്കും SB അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാൻ കഴിയുന്നതാണ്. സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് SB അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നമുക്കൊന്ന് നോക്കാം. SB അക്കൗണ്ടിന്റെ മറ്റൊരു പേരാണ് ടെമ്പററി ബാങ്ക് അക്കൗണ്ട്. ഓക്കെ ആണല്ലോ. സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റിന് മറ്റൊരു പേരാണ് ടെമ്പററി ബാങ്ക് അക്കൗണ്ട്. ദിസ് ഈസ് ആൾസോ കാൾഡ് ഡിമാൻഡ് ലയബിലിറ്റി. ഓർത്ത് വെച്ചാൽ ഡിമാൻഡ് ലയബിലിറ്റി ആണ്. ഓക്കെ, SB അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിമാൻഡ് ലയബിലിറ്റി ആണ്. ഡെപ്പോസിറ്റുകൾ രണ്ട് രീതിയിലുണ്ട്. ടൈം ലയബിലിറ്റി ഉണ്ട്, ഡിമാൻഡ് ലയബിലിറ്റി ഉണ്ട്. ഒരു കാലയളവ് പറഞ്ഞ് നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് ടൈം ലയബിലിറ്റി. എന്നാൽ നമുക്ക് എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ബാങ്കിൽ പോയി നമുക്ക് ചോദിച്ചാലും നമുക്ക് കിട്ടുന്നത് അതൊരു ഡിമാൻഡ് ലയബിലിറ്റി. ഡിമാൻഡ് ലയബിലിറ്റിയിൽ വരുന്നത് രണ്ട് അക്കൗണ്ടുകളാണ്. ഏതൊക്കെയാണ് ഡിമാൻഡ് ലയബിലിറ്റി വരുന്നത്? SB അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. എന്നാൽ ടൈം ലയബിലിറ്റിക്കകത്ത് വരുന്ന രണ്ട് അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? FD അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടും റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ടും. വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് SB അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് ലയബിലിറ്റിക്ക് ഉദാഹരണമാണ്. മെയിൻ ഒബ്ജക്റ്റീവ് പ്രൊമോട്ട് ത്രിഫ്റ്റ് ആൻഡ് സേവിംഗ് അമംഗ് ലോവർ ആൻഡ് മിഡിൽ ക്ലാസ് പീപ്പിൾ ലൈക്ക് സാലറീഡ് ക്ലാസ് ഫാമേഴ്സ് ഓർ സ്മോൾ ട്രേഡേഴ്സ്. സാധാരണക്കാർക്ക് അവരുടെ ത്രിഫ്റ്റ് സേവിങ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന, അവർക്ക് ഓപ്പൺ ചെയ്യാനോ ഓപ്പറേറ്റ് ചെയ്യാനോ ഒക്കെ പറ്റുന്ന ഒരു സാധാരണ ഒരു അക്കൗണ്ടാണ് എന്തെന്ന് പറയുന്നത്? SB അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ഈസ് കമ്പൽസറി. വളരെ പ്രധാനപ്പെട്ടയാണ്. അക്കൗണ്ട് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ നമ്മൾ പഠിക്കുന്ന അവസരത്തിൽ നമ്മൾ പറയുന്നതാണ്. SB അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ അവിടെ ഇൻട്രൊഡക്ഷൻ കമ്പൽസറി ആണ്. ഓക്കെ, ബാങ്കിലെ ഒരു വ്യക്തി നമ്മൾ ബാങ്കിലേക്ക് ചെന്നിട്ട് SB അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ വ്യക്തി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്ന രീതി എന്തെങ്കിലും ഒരു രേഖ നമ്മൾ ബാങ്കിൽ കൈമാറേണ്ടതാണ്. അപ്പോൾ ലെറ്റർ ഓഫ് ഈ പറയുന്ന ഇൻട്രൊഡക്ഷൻ കമ്പൽസറി ആണ്. അതുപോലെ തന്നെ നോമിനേഷൻ ഫെസിലിറ്റി അലൗഡ് ആണ്. അല്ലെ, SB അക്കൗണ്ടിന്റെ കേസിൽ നോമിനേഷൻ അലൗഡ് ആണ്. നമുക്കറിയാം ഇപ്പൊ നോമിനി എത്രയാണ്? മാക്സിമം 4 നോമിനി വരെ നമുക്ക് അക്കൗണ്ടിന്റെ കേസിൽ വെക്കാവുന്നതാണ്. ചെക്ക് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ഫെസിലിറ്റി ഈസ് പ്രൊവൈഡഡ്. SB അക്കൗണ്ടിന്റെ കേസിൽ ചെക്ക് ബുക്ക് ഫെസിലിറ്റി ഉണ്ട്, പാസ്ബുക്ക് ഫെസിലിറ്റി ഉണ്ട്. നോ ഓവർ ഡ്രാഫ്റ്റ് ഈസ് പെർമിറ്റഡ് ടു ഇൻ സേവിംഗ് അക്കൗണ്ട്. സേവിംഗ് അക്കൗണ്ടിന്റെ കേസിൽ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി വരുന്നില്ല. എന്നാൽ ഓവർ ഡ്രാഫ്റ്റ് വരുന്ന ഒരു ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ, അതേതാണ്? അത് കറണ്ട് ഡെപ്പോസിറ്റ് ആണ്. കറണ്ട് ഡെപ്പോസിറ്റിന് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട്. എന്നാൽ SB അക്കൗണ്ടിന്റെ കേസിൽ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ലഭിക്കുന്നില്ല. ദ ഇൻട്രസ്റ്റ് ഇൻ ദ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഡെയിലി ബാലൻസ് മെത്തേഡ്. വളരെ പ്രധാനപ്പെട്ടാണ്. ഈ പറയുന്ന SB അക്കൗണ്ടിലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ ഡെയിലി ബാലൻസ് മെത്തേഡ് ആണ്. ഡെയിലി പ്രോഡക്റ്റ് ബാലൻസ് മെത്തേഡ് അല്ലെ, അത് എന്നു മുതലാണ് പ്രാബല്യത്തിൽ വന്നതെന്ന് ചോദിച്ചാണ്. എക്സാം പ്രീവിയസ് ആണ്. April 1, 2010 മുതൽ SBയിലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെയിലി പ്രോഡക്റ്റ് മെത്തേഡിലാണെന്ന് എന്നു മുതലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ April 1, 2010 മുതലാണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഡെയിലി പ്രോഡക്റ്റ് ബാലൻസ് മെത്തേഡിലാണ് കാൽക്കുലേറ്റ് ചെയ്തെങ്കിലും അത് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ക്വാർട്ടർലി ബേസിസ് അല്ലെങ്കിൽ ഹാഫ് ഇയർലി. അത് ഓരോ ബാങ്കിനും ഓരോ രീതിയിലാണ്. ക്വാർട്ടർലി ആയിട്ടോ ഹാഫ് ഇയർലി ആയിട്ടോ ഈ പറയുന്ന SB അക്കൗണ്ടിലെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. കസ്റ്റമർ ക്യാൻ ഡെപ്പോസിറ്റ് എനി എമൗണ്ട് ഓഫ് മണി അറ്റ് എനി നമ്പർ ഓഫ് ടൈംസ്. അതാണ് SB അക്കൗണ്ടിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് പൈസ നിക്ഷേപിക്കുകയും ചെയ്യാം. എത്ര വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന SB അക്കൗണ്ടിൽ നിന്ന് പൈസ
വിഡ്രോ ചെയ്യുകയും ചെയ്യും. അതാണ് ഈ പറയുന്ന SB അക്കൗണ്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഡിമാൻഡ് ലയബിലിറ്റിക്ക് ഉദാഹരണമാണ് SB അക്കൗണ്ട്. ഓക്കെ, അടുത്ത 7ാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. മെയിൻ്റനൻസ് ഓഫ് CRR ബൈ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് വിത്ത് RBI is defined under which act? നമുക്കറിയാം, ഈ പറയുന്ന ബാങ്കിലേക്ക് വരുന്ന ഡെപ്പോസിറ്റുകളാണ് ബാങ്കുകൾ ലോണായിട്ട് മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ബാങ്കിലേക്ക് വരുന്ന എല്ലാ ഡെപ്പോസിറ്റുകളും എടുത്ത് ലോണായിട്ട് കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ കൊടുക്കില്ല. അവിടെ ബാങ്കിന്റെ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുവാൻ വേണ്ടി ബാങ്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ടോട്ടൽ ഡെപ്പോസിറ്റിന്റെ ഒരു നിശ്ചിത ശതമാനം CRR അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ ആയിട്ട് സെൻട്രൽ ബാങ്കിലും അതുപോലെ SLR അഥവാ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആയിട്ട് സ്വന്തം ബാങ്കിലും സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഓക്കെ, ഇവിടെ CRRന്റെ കേസാണ് ചോദിച്ചത്. CRR നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അഥവാ ബാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ RBIയിലാണ് അഥവാ സെൻട്രൽ ബാങ്കിലാണ്. അവരുടെ സെൻട്രൽ ബാങ്കിലാണ് CRR അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. CRR വെക്കുന്നത് എവിടാ? എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളും CRR കൊണ്ട് വെക്കുന്നത് RBIയിലാണ്. അതുകൊണ്ട് തന്നെ RBI ആക്ടുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അവിടെ പറയേണ്ടത്. CRR RBI ആക്ടിലെ ഏത് സെക്ഷനിലാണ് പറയുന്നത് ചോദിച്ചാൽ സെക്ഷൻ 42(1) വളരെ പ്രധാനപ്പെട്ടാണ്. ഷെഡ്യൂൾഡ് ബാങ്കിന്റെ കേസാണ്. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ CRR RBIയിൽ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 42 ഓഫ് RBI ആക്ട്. വളരെ പ്രധാനപ്പെട്ടാണ്. സെക്ഷൻ 42(1) RBI ആക്ടിലാണ് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഈ പറയുന്ന CRR അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. നോക്കാം, സെക്ഷൻ 18 BR ആക്ട്, അതും വളരെ പ്രധാനപ്പെട്ടാണ്, കൺഫ്യൂഷൻ വരുന്നതാണ്. BR ആക്ടിലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ സെക്ഷൻ 18 എന്തിലാണ് പറയുന്നത്? അതും CRRനെ പറ്റിയാണ്. പക്ഷേ ആരുടെ CRR? നോൺ ഷെഡ്യൂൾഡ് ബാങ്കിനെ പറ്റി. ഓക്കെ, ഷെഡ്യൂൾഡ് ബാങ്കിന്റെ CRRുമായി ബന്ധപ്പെട്ടത് RBI ആക്ടിലെ സെക്ഷൻ 42(1)ലും, എന്നാൽ നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ CRR സെൻട്രൽ ബാങ്കിൽ സൂക്ഷിക്കണമെന്ന് പറയുന്നത് BR ആക്ടിലെ സെക്ഷൻ 18ലുമാണ്. സെക്ഷൻ 42(1) നമ്മൾ പറഞ്ഞതാണ് RBI ആക്ടിൽ CRR ഫോർ ഷെഡ്യൂൾഡ് ബാങ്ക്. നോൺ ഷെഡ്യൂൾഡ് ബാങ്കിന്റെ CRR പറയുന്നത് സെക്ഷൻ 18 BR ആക്ടിലുമാണ്. ഇനി SLRനെ പറ്റി പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോനെ പറ്റി പറയുന്നത് സെക്ഷൻ 24 BR ആക്ടിലാണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ സെക്ഷൻ 24ലാണ് BR ആക്ടിനെ പറ്റി പറയുന്നത്. SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോനെ പറ്റി പറയുന്നത് BR ആക്ടിലെ സെക്ഷൻ 24ലാണ്. ഓക്കെ, അടുത്ത 8ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875, ഓർത്തു വെച്ചോണം, വർഷം വളരെ പ്രധാനപ്പെട്ടാണ്. ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875. ആ നിയമപ്രകാരം every person domiciled in India, including a minor for whom a guardian for the person is appointed by court, attain the age of majority on his or her completing. ഇപ്പം ഒരു മൈനർ എന്ന് വെച്ചാൽ നമ്മൾ പറയും 10 വയസ്സിന് മുകളിലോട്ടുള്ളവർ ആണ് മൈനർ. അങ്ങനെയല്ല, 18 വയസ്സിൽ താഴെയുള്ള എല്ലാ ആൾക്കാരും മൈനറാണ്. ഓക്കെ, 18 വയസ്സിൽ താഴെയുള്ളവരെല്ലാം മൈനറാണ്. ഓക്കെ, എന്നാൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു അക്കൗണ്ടിന് ഒരു വ്യക്തിക്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ അധികാരം പോകുന്നത് 10 വയസ്സ് മുതലാണ്. അവിടെ 10 വയസ്സിന്റെ പ്രാധാന്യം പോകുന്നത്. ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875 പ്രകാരം ഒരു കോർട്ട് അപ്പോയിന്റ് ചെയ്ത് ഒരു മൈനറിന് ഗാർഡിയനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ മൈനർ മേജർ ആവാനുള്ള പ്രായപരിധി എത്ര വയസ്സാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ മൈനർ എന്ന് വെച്ചാൽ 18 വയസ്സിൽ താഴെയുള്ളവരാണ്. അപ്പൊ മേജർ ആരാ? 18 വയസ്സിന് മുകളിലോട്ടുള്ള, 18 വയസ്സ് തൊട്ട് മുകളിലോട്ടുള്ളവരെല്ലാം ആരാണ്? മേജറാണ്. ഈ ചോദ്യത്തിന് ഒരു പ്രാധാന്യം വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ മെജോറിറ്റി ആക്ട് പ്രകാരം 1875 പ്രകാരം ഈ പറയുന്ന മൈനറിന്റെ ഗാർഡിയൻ എന്ന് പറയുന്നത്, മൈനറിന് 3 തരത്തിലുള്ള ഗാർഡിയൻസ് ഉണ്ട്. നാച്ചുറൽ ഗാർഡിയൻ, ലീഗൽ ഗാർഡിയൻ, ടെസ്റ്റമെന്ററി ഗാർഡിയൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കോടതി അധികാരപ്പെട്ടാണ് ഒരു മൈനറിന് ഗാർഡിയനെ വെക്കുന്നത്, കോടതിയാണ് ഒരു മൈനറിന് ഗാർഡിയനെ വെച്ച് കൊടുക്കുന്നതെങ്കിൽ ആ മൈനർ മേജർ ആവാനുള്ള പ്രായപരിധി മുമ്പ് അത് 21 വയസ്സായിരുന്നു. ഓക്കെ, ഒരു കോടതി ഇടപെട്ടാണ് ഒരു മൈനറിന് ഗാർഡിയൻ വെച്ച് കൊടുക്കുന്നതെങ്കിൽ ആ മൈനർ മേജർ ആവാനുള്ള പ്രായപരിധി 21 വയസ്സായിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല, ഇപ്പോൾ അത് 18 വയസ്സ് തന്നെയാണ്. ഓക്കെ, അതാണ് നമ്മുടെ ആൻസർ, 18 വയസ്സ്. ഒരു ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875 പ്രകാരം കോടതി ഇടപെട്ട് ഒരു മൈനറിനെ വെച്ച് കൊടുത്താൽ ആ മൈനർ മേജർ ആവാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത്
18 വയസ്സാണ്. പഠിച്ചു വെച്ചോണം, 18 വയസ്സാണ്. നോക്കാം മൈനർ അക്കൗണ്ട്. എ മൈനർ ബിലോ 10 years ക്യാൻ ഓപ്പൺ ആൻ അക്കൗണ്ട് എലോങ് വിത്ത് ഗാർഡിയൻ. ഓക്കെ, ഈ പറയുന്ന 10 വയസ്സിന് മുകളിലോട്ടാണെങ്കിൽ സിംഗിൾ ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഓപ്പൺ ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാം. ഒറ്റയ്ക്ക് വന്നാലും അക്കൗണ്ടിലെ വിവരങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനോ ഓപ്പറേറ്റ് ചെയ്യാനോ റെസ്ട്രിക്ഷൻസ് ഇല്ല. എന്നാൽ 10 വയസ്സിൽ താഴെയാണെങ്കിൽ ആരോടെ കൂടെ മാത്രമേ അക്കൗണ്ട് ഓപ്പറേഷൻസ് നടത്തുവാൻ കഴിയുകയുള്ളൂ? ഗാർഡിയനോടൊപ്പം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും കഴിയും. എ മൈനർ അബൌട്ട് 10 years ക്യാൻ ഓപ്പൺ ആൻഡ് ഓപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഇൻഡിപെൻഡന്റ്ലി. വളരെ പ്രധാനപ്പെട്ടാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒറ്റയ്ക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യണമെങ്കിലും അവിടെ കുറഞ്ഞ പ്രായപരിധി എന്ന് പറഞ്ഞാൽ 10 വയസ്സ് മുകളിലോട്ട്. ഓക്കെ, 10 വയസ്സ് തൊട്ട് മുകളിലോട്ട് ഈ പറയുന്ന ഇൻഡിവിജ്വൽ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈ പറയുന്ന അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും കഴിയും. ഈ പറയുന്ന മൈനറിന് SB അക്കൗണ്ട്, FD അക്കൗണ്ട്, RD അക്കൗണ്ടും ഒക്കെ ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റും. കറണ്ട് അക്കൗണ്ട് അവിടെ വരുന്നില്ല. ഏജ് ഓഫ് മെജോറിറ്റി എന്ന് പറയുന്നത് 18 വയസ്സിലെ മേജർ ആവാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സാണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടാണ് ഇത്. 2 minors cannot open a joint account. വളരെ പ്രധാനപ്പെട്ടാണ്. ഇപ്പോൾ മൈനേഴ്സ് ആരോ ആയിക്കോട്ടെ, 2 വ്യക്തികൾക്ക് ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. 2 2 കൂടുതലോ വ്യക്തികൾക്ക് ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ജോയിന്റ് ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. എന്നാൽ ജോയിന്റ് അക്കൗണ്ട് എടുക്കാൻ വരുന്നത് 2 മൈനേഴ്സ് ആണെങ്കിൽ, 2 മൈനറായിട്ടുള്ള വ്യക്തികൾ ചേർന്ന് ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല. ഓക്കെ ആണല്ലോ. 2 മൈനേഴ്സിന് ചേർന്ന് ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനോ ഓപ്പറേറ്റ് ചെയ്യാനോ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല. വളരെ പ്രധാനപ്പെട്ടാണ്. 2 minors cannot open a joint account. എന്നാൽ മൈനറിന് ജോയിന്റ് അക്കൗണ്ട് എടുക്കാം. ഏത് സാഹചര്യത്തിൽ? ഒരു മേജറിനോടൊപ്പം, മേജറിനെ കൂട്ടി ഒരു ജോയിന്റ് അക്കൗണ്ട് എടുക്കും. എന്നാൽ 2 മൈനേഴ്സിന് ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. എ മൈനർ ക്യാൻ മേക്ക് എ നോമിനേഷൻ ബട്ട് ക്യാൻ ബിക്കം എ നോമിനി ഇൻ എനി അക്കൗണ്ട്. മൈനറിന് ഒരു നോമിനിയെ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വെക്കാം. ഓക്കെ, മൈനറിന് ഒരു നോമിനിയെ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വെക്കാൻ പറ്റില്ല. അത് വളരെ പ്രധാനപ്പെട്ടാണ്. മൈനറിന് ഒരു നോമിനി അപ്പോയിന്റ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ മൈനർക്ക് ഒരു നോമിനി ആവാം. ഓക്കെ ആണ്. ഇപ്പം മൈനർക്ക് ഒരു നോമിനിയെ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വെക്കാൻ കഴിയില്ല. എന്നാൽ മൈനർക്ക് ആരുടെയെങ്കിലും അക്കൗണ്ടിന് നോമിനിയായിട്ട് തുടരാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ടാണ്. മൈനേഴ്സ് കനോട്ട് മേക്ക് എ നോമിനേഷൻ ബട്ട് ക്യാൻ ബിക്കം നോമിനി ഇൻ എനി അക്കൗണ്ട്. ഏത് അക്കൗണ്ടിന്റെയും നോമിനി ആവാൻ മൈനർക്ക് കഴിയും. എന്നാൽ മൈനർക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ കഴിയില്ല. മൈനർ കനോട്ട് അപ്പോയിന്റ് ഏജന്റ് ബട്ട് ഹി ക്യാൻ ബിക്കം ഏജന്റ്. വളരെ പ്രധാനപ്പെട്ടാണ്. മൈനർക്ക് ഒരാളെ ഏജന്റ് ആയിട്ട് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല. എന്നാൽ മൈനർക്ക് ഏതെങ്കിലും ഒരാളുടെ ഏജന്റ് ആയിട്ട് ഇരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയും. വളരെ പ്രധാനപ്പെട്ടാണ്. മൈനർ കനോട്ട് അപ്പോയിന്റ് ഏജന്റ്. മൈനർക്ക് ഒരു ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യാൻ കഴിയില്ല. ബട്ട് ഹി ക്യാൻ ബിക്കം ഏജന്റ്. പക്ഷെ മൈനർക്ക് ഒരാളുടെ ഏജന്റ് ആയിട്ട് തുടരാൻ കഴിയും. ബട്ട് ഫോർ എനി ആക്ഷൻ ടേക്കൺ ബൈ മൈനർ ആസ് ആൻ ഏജന്റ് ദ പ്രിൻസിപ്പൽ വിൽ ലയബിൾ ഫോർ ഇറ്റ്. അങ്ങനെ നോമിനി ആയിട്ടോ ഏജന്റ് ആയിട്ടോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ പറയുന്ന മൈനർ വരുത്തി വെക്കുന്ന നഷ്ടങ്ങൾക്ക് ഒരിക്കലും മൈനർ ലയബിൾ ആയിരിക്കില്ല. വളരെ പ്രധാനപ്പെട്ടാണ്. മൈനറുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, ഏർപ്പെടാം. പക്ഷേ മൈനർ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ വരുത്തി വെച്ചാൽ മൈനർക്ക് അവിടെ ബാധ്യതയില്ല. ഓക്കെ, ബാക്കി വരുന്ന ആൾക്കാർക്ക് അവിടെ ബാധ്യത പോകും. അഥവാ മേജർ ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമാണ് അവിടെ ബാധ്യത പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു മൈനർ ഒരു ചെക്ക് കൊടുക്കുന്നു, ഒരു വ്യക്തിക്ക് ചെക്ക് കൊടുക്കുന്നതിന് വിഷയമില്ല. മൈനർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനോ ഓപ്പറേറ്റ് ചെയ്യാനോ ഒക്കെ 10 വയസ്സിന് മുകളിലോട്ട് പറ്റും. സൈൻ ചെയ്തൊക്കെ ചെക്ക് കൊടുക്കാം. ആ ചെക്കിലെ പൈസ അല്ലെങ്കിൽ ചെക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ ഡിസോണർ ആയി കഴിഞ്ഞാൽ, ചെക്കിലെ പൈസ കിട്ടാതെ വരാതെ ചെക്ക് മടങ്ങുന്ന കേസിൽ മൈനർക്കെതിരെ നമുക്ക് കേസിന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കേസിന് പോകാൻ പറ്റത്തില്ല. മൈനർ അവിടെ ലയബിൾ അല്ല. ഓക്കെ, അടുത്തത് മൈനറുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യമാണ്. എ മൈനർ എൻഡോഴ്സ് എ ചെക്ക് ഇൻ ഫേവർ ഓഫ് ബി ഇൻ കേസ് ഓഫ് ഡിസോർഡർ. എ മൈനർ എൻഡോഴ്സ് എ ചെക്ക് ഇൻ ഫേവർ ഓഫ് ബി. ബിക്ക് വേണ്ടി എ ഒരു ചെക്ക് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് എൻഡോഴ്സ് ചെയ്ത് കൊടുത്തു. ചെക്കിന്റെ കേസാണ് നമ്മൾ പറയുന്നത്. ചെക്ക് എൻഡോഴ്സ് ചെയ്ത് കൊടുത്തു. ബിക്ക് വേണ്ടി എ എന്ന് പറയുന്ന മൈനർ എൻഡോഴ്സ് ചെയ്ത് കൊടുത്തു. ഇൻ കേസ് ഓഫ് ഡിസോണർ ആയി കഴിഞ്ഞാൽ, ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ചെക്ക് മടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? എ എന്ന് പറയുന്ന മൈനർ ലയബിൾ ആണെന്നാണ് പറയുന്നത്. ലയബിൾ ആണോ? നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. മൈനർക്ക് എന്ത് കോൺട്രാക്റ്റിലോ
ചെക്കോ എന്ത് കാര്യങ്ങളും ചെയ്യാം, ഏജന്റായിട്ട് പ്രവർത്തിയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ മൈനർക്ക് അതുവഴി ഉണ്ടാകുന്ന ബാധ്യതകൾക്ക് യാതൊരുവിധ പങ്കും ഉണ്ടായിരിക്കുന്നില്ല. എ ഇസ് ലൈബിൾ ഇഫ് എൻഡോഴ്സ്ഡ് ഫോർ കൺസിഡറേഷൻ. അത് വരുമോ? ആൻസർ ഇല്ല. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ആൻസർ. എ കനോട്ട് ഹെൽഡ് എ ലൈബിൾ ആസ് വെൻ എ മൈനർ എൻഡോഴ്സ് എ ചെക്ക്. ഓൾ പാർട്ടീസ് ആർ ഹെൽഡ് ലൈബിൾ എക്സെപ്റ്റ് മൈനർ. മൈനർ ഒഴികെയുള്ള ബാക്കി ആൾക്കാർക്കെല്ലാം ലൈബിൾ ആയാലും മൈനർക്ക് അവിടെ ലൈബിലിറ്റി വരുന്നില്ല. വളരെ പ്രധാനപ്പെട്ടയാണ്, വളരെ പ്രധാനം. നോട്ടെ, ആസ് പെർ സെക്ഷൻ 26 അതാണ് അവിടെ സെക്ഷൻ 26 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ സെക്ഷൻ 26 പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മൈനർക്ക് ചെക്ക് ഡ്രോ ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം, എൻഡോഴ്സ് ചെയ്യാം, എന്തും ചെയ്യാം. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചോ പ്രോമിസറി നോട്ടോ ചെക്കോ എന്തോ ആയിക്കോട്ടെ, അത് ഡ്രോ ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം, എൻഡോഴ്സ് ചെയ്യാം, എന്തും ചെയ്യാം. പക്ഷേ ഇതുവഴി ഉണ്ടാകുന്ന ബാധ്യത, ലൈബിലിറ്റി മൈനർക്ക് ഉണ്ടാവില്ല. മൈനറിനെ മാത്രം അവിടെ ആ പറയുന്ന ലൈബിലിറ്റിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ അങ്ങനെ ഒഴിവാക്കുന്നു എന്ന് പറയുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ സെക്ഷൻ ഏതാണ് എന്നായിരിക്കും ഇനി ചോദിക്കുന്നത്. സെക്ഷൻ 26 ആണ്. പഠിച്ചു വെച്ചോണം. സെക്ഷൻ 26-നകത്താണ് മൈനറിനെ ഈ പറയുന്ന ലൈബിലിറ്റികളിൽ നിന്നും ഒഴിവാക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. 2 or more minors, if desire of opening a savings bank account in your bank, whether they can open a joint saving bank account and allowed to operate as. നിങ്ങളുടെ ബാങ്കിൽ ഒരു 2 മൈനേഴ്സ് അല്ലേ, 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ മൈനേഴ്സ് ഒരുമിച്ച് വന്നിട്ട് ഞങ്ങളുടെ പേരിൽ ഒരുമിച്ച് ഒരു ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ ബാങ്കിനോട് ആവശ്യപ്പെട്ടാൽ, ബാങ്ക് അത് ചെയ്തു കൊടുക്കുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ പഠിച്ചതാണ്, നമ്മൾ കുറച്ചു മുമ്പ് വ്യക്തമായിട്ട് പഠിച്ചതാണ്. 2 ആയിക്കോട്ടെ, 2-ൽ കൂടുതലായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, മൈനേഴ്സിന് ഒരുമിച്ച് ചേർന്ന് ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 2 or more minors cannot open account. അതാണ് വളരെ പ്രധാനപ്പെട്ട ആൻസർ, ഓപ്ഷൻ ഡി. 2 അതിലധികമോ മൈനേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് ഒരുമിച്ച് ഈ പറയുന്ന അക്കൗണ്ടിലെ ഓപ്പറേഷൻസ് നടത്തുവാൻ സാധിക്കില്ല. ഓക്കെ, അടുത്തത് 11ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. KYCയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പീരിയോഡിക് KYC അപ്ഡേറ്റ് ഫോർ എ ഹൈ റിസ്ക് കസ്റ്റമർ മസ്റ്റ് ബി ഡൺ എവറി ഇയർ. KYC നോ യുവർ കസ്റ്റമർ അല്ലേ? KYC നോ യുവർ കസ്റ്റമർ. അതിന്റെ കേസിൽ അവിടെ റിസ്ക്, കസ്റ്റമേഴ്സിന്റെ റിസ്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 3ആയിട്ട് കാറ്റഗറി ചെയ്യുന്നുണ്ട്. ലോ റിസ്ക്, മീഡിയം റിസ്ക്, ഹൈ റിസ്ക് എന്നിങ്ങനെ 3 റിസ്കുകൾ അവിടെ വരുന്നുണ്ട്. KYCയുമായി ബന്ധപ്പെട്ട് ഹൈ റിസ്ക് കാറ്റഗറിയിൽപ്പെട്ട ഒരു കസ്റ്റമർ ആണെങ്കിൽ അവരുടെ KYC എത്ര വർഷം കൂടുമ്പോഴാണ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ ആ കസ്റ്റമറിന്റെ KYC അഥവാ നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്ന ആ ഒരു ഡോക്യുമെന്റ് എത്ര നാൾ കൂടുമ്പോഴാണ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ എത്ര നാൾ കൂടുമ്പോഴാണ്? 2 വർഷം കൂടുമ്പോഴാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. 2 വർഷം കൂടുമ്പോഴാണ് ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള കസ്റ്റമേഴ്സ് അവരുടെ KYC അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. നോക്കാം. നോ യുവർ കസ്റ്റമർ, KYCയുടെ പൂർണ്ണ രൂപമാണ് നോ യുവർ കസ്റ്റമർ. The process of KYC and its guideline were introduced by the Reserve Bank of India in 2002. KYC ആദ്യമായിട്ട് RBI ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 2002. വളരെ പ്രധാനപ്പെട്ടതാണ്. 2002-ലാണ് KYC എന്ന് പറയുന്ന ഗൈഡ് ലൈൻസ് RBI മുന്നോട്ട് വെക്കുന്നത്. In India, KYC is born out of Prevention of Money Laundering Act 2002. KYC ഇൻട്രൊഡ്യൂസ് ചെയ്ത RBI ആണ് 2002-ൽ. പക്ഷേ ഏത് നിയമപ്രകാരമാണ് KYC എന്ന് പറയുന്ന ഗൈഡ് ലൈൻ നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ PMLA ആക്ട് അഥവാ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പറയുന്ന KYC ഏത് നിയമപ്രകാരമാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അഥവാ PMLA ആക്ട് 2002. ആ നിയമപ്രകാരം KYC വന്ന് 2002-ൽ RBI ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. KYC norms were made compulsory by RBI in April 2010. 2002-ലാണ് KYC ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നാൽ എല്ലാ ബാങ്കുകളും ഈ പറയുന്ന KYC നിർബന്ധമാക്കണമെന്ന് RBI അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തത് ഏപ്രിൽ 2010 മുതലാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. 2002-ലാണ് KYC നിലവിൽ വന്നതെങ്കിലും
KYC നിർബന്ധമാക്കി അഥവാ കമ്പൽസറി ആക്കി തുടങ്ങിയത് 2010 ഏപ്രിൽ മുതലാണ്. RBI issue guidelines to bank on KYC norms following section 35A of BR Act and Rule 7 of PMLA Act. വളരെ പ്രധാനപ്പെട്ടതാണ്. KYCയുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 35A ഓഫ് BR ആക്ട്, BR ആക്ടിലെ സെക്ഷൻ 35A KYCയെ പറ്റി പറയുന്നത്. അതുപോലെ തന്നെ PMLA ആക്ട് അഥവാ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിനകത്ത് ഈ പറയുന്ന റൂൾ 7 ഈ പറയുന്ന KYCയെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. BR ആക്ടിലെ സെക്ഷൻ 35A PMLA ആക്ടിലെ സെക്ഷൻ 7 റൂൾ 7. അടുത്തത് 5 years the time period during which the record of transaction is to be kept by banks under KYC directives. KYCയുമായി ബന്ധപ്പെട്ട് ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിലെ ആ കസ്റ്റമറുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻ പരമായിട്ടുള്ള ഡോക്യുമെന്റ്സുകളും ആ സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു ബാങ്ക് എത്ര നാൾ സൂക്ഷിക്കണമെന്ന് ചോദിച്ചാൽ 5 വർഷം വരെ. വളരെ പ്രധാനപ്പെട്ടതാണ്. 5 വർഷം, മാക്സിമം 5 വർഷം വരെ ഈ പറയുന്ന KYCയുമായി ബന്ധപ്പെട്ട അവിടുത്തെ ആ ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം സൂക്ഷിച്ചിരിക്കണം. അപ്ഡേറ്റ് KYCയുമായി ബന്ധപ്പെട്ട് ചോദ്യമാണ്. ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള കസ്റ്റമർ ആണെങ്കിൽ അവരുടെ KYC കംപ്ലീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് എല്ലാ 2 വർഷം കൂടുമ്പോഴാണ്. എന്നാൽ മീഡിയം റിസ്ക് കാറ്റഗറിയിലുള്ള കസ്റ്റമർ ആണെങ്കിൽ അവരുടെ KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് എല്ലാ 8 വർഷം കൂടുമ്പോഴാണ്. അതുപോലെ തന്നെ ലോ റിസ്ക് കാറ്റഗറിയിലുള്ള കസ്റ്റമർ ആണെങ്കിൽ അവരുടെ KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് എല്ലാ 10 വർഷം കൂടുമ്പോഴാണ്. ഓർത്തു വെച്ചോണം. ഹൈ റിസ്ക് ആണെങ്കിൽ 2 വർഷം, മീഡിയം റിസ്ക് ആണെങ്കിൽ 8 വർഷം, ലോ റിസ്ക് ആണെങ്കിൽ 10 വർഷം. അടുത്തത് ഗ്യാരണ്ടി കവറിംഗ് എ സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഗ്യാരണ്ടി കവറിംഗ് എ സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ. ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷന് ഒരു ഗ്യാരണ്ടി കൊടുക്കുകയാണെങ്കിൽ സീരീസ് ഓഫ് ട്രാൻസാക്ഷന് ഗ്യാരണ്ടി കൊടുക്കുകയാണെങ്കിൽ ആ ഗ്യാരണ്ടി നമ്മൾ പറയുന്ന പേരാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. ഓക്കെ ആണല്ലോ? വളരെ പ്രധാനപ്പെട്ടതാണ്. ഗ്യാരണ്ടി കവറിംഗ് എ സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ. ആൻസർ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയാണ്. നോക്കാം. റെട്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി ആൻഡ് പ്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി വളരെ പ്രധാനപ്പെട്ടതാണ്. ചോദ്യം വരുന്നതാണ്. എ റെട്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി ഈസ് വൺ ഗിവൺ ബൈ ദ ഷുവർട്ടി ഫോർ ആൻ എക്സിസ്റ്റിംഗ് ഡെപ്റ്റ് ഓർ പ്രോമിസ്. നിലവിലുള്ള ഒരു ഡെപ്റ്റിന് അല്ലെങ്കിൽ ഒരു പ്രോമിസിന് ഒരാൾ ഉറപ്പ് നിൽക്കുകയാണെങ്കിൽ, ഒരു ജാമ്യം നിൽക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റെട്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി. എന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് ഡെപ്റ്റിന്, നിലവിലുള്ള ഒരു കടത്തിനാണ് ഒരാൾ ജാമ്യം നിൽക്കുന്നതെങ്കിൽ, ഷുവർട്ടി ആയിട്ട് നിൽക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഗ്യാരണ്ടിയെ വിളിക്കുന്ന പേരാണ് റെട്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി. എന്നാൽ പ്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി എന്താണ്? എ പ്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി ഇൻ എനി ഗ്യാരണ്ടി ഗിവൺ ബൈ ദ ഷുവർട്ടി ഫോർ ദ എൻഷ്യൂയിങ് ഡെപ്റ്റ് ഓർ പ്രോമിസ്. വരാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ ഡെപ്റ്റ്, ഒരു ഫ്യൂച്ചർ കടത്തിന് വേണ്ടി മുൻകൂട്ടി ഒരാൾ ഷുവർട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഗ്യാരണ്ടിയെ വിളിക്കുന്ന പേരാണ് പ്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി. തിരിഞ്ഞു പോകാതെ പഠിച്ചു വെക്കണം. എക്സിസ്റ്റിംഗ് ഡെപ്റ്റിനാണെങ്കിൽ റെട്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി, ഫ്യൂച്ചർ ഡെപ്റ്റിനാണെങ്കിൽ പ്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി. അടുത്തത് ആസ് പെർ ദ റിവൈസ്ഡ് ഡെഫിനിഷൻ ഓഫ് MSME അല്ലേ, നമുക്കറിയാം മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ്. A small enterprise is an enterprise whose investment, plant and machinery or equipment should not exceed rupees or annual turnover should not within dash crore. ഈ പറയുന്ന സ്മോൾ എന്റർപ്രൈസിന്റെ കേസ് അവിടെ നമ്മൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത് MSME പറ്റിയാണ്. MSME പ്രയോറിറ്റി സെക്ടറിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥാപനമാണ് MSME, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ്. ഇവിടെ ഒരു മൈക്രോ എന്റർപ്രൈസിന്റെ കേസാണ് ഇവിടെ ഒരു സ്മോൾ എന്റർപ്രൈസിന്റെ കേസാണ് ചോദിച്ചിരിക്കുന്നത്. സ്മോൾ എന്റർപ്രൈസിന്റെ കേസിൽ അവരുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്, അവരുടെ ടേൺ ഓവർ എത്രയാണ്, അതാണ് നമ്മുടെ MSMEയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. മൈക്രോ എന്റർപ്രൈസിലെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്, ടേൺ ഓവർ എത്രയാണ്. സ്മോൾ എന്റർപ്രൈസിന്റെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്, അവരുടെ ടേൺ ഓവർ എത്രയാണ്. അതുപോലെ തന്നെ മീഡിയം എന്റർപ്രൈസിന്റെ കേസിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്, അവരുടെ ടേൺ ഓവർ എത്രയാണ്. നമുക്ക് നോക്കാം. അത് തിരിഞ്ഞു പോകാതെ പഠിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നോക്കണേ.
MSMEയുടെ പൂർണ്ണ രൂപം ഒന്ന് പഠിച്ചു നോക്കുക. മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ്. മൈക്രോ എന്റർപ്രൈസ് ആണെങ്കിൽ അവരുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 2.5 കോടിയിൽ കൂടാൻ പാടില്ല. നോട്ട് എക്സീഡിങ് 2.5 crore ആണ്. ഓർത്ത് വെച്ചോണം, 2.5 കോടിയിൽ കൂടാൻ പാടില്ല മൈക്രോ എന്റർപ്രൈസിന്റെ കേസിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്. എന്നാൽ അവരുടെ ടേൺ ഓവറോ 10 കോടിയിൽ കൂടാൻ പാടില്ല. 10 കോടി, 2.5 10 കോടി. സ്മോൾ എന്റർപ്രൈസ് ആണെങ്കിൽ അവരുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 25 കോടിയിൽ കൂടാൻ പാടില്ല. അവരുടെ ടേൺ ഓവർ 100 കോടിയിൽ കൂടാൻ പാടില്ല. അടുത്ത മീഡിയം എന്റർപ്രൈസ് ആണെങ്കിൽ അവരുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 125 കോടിയിൽ കൂടാൻ പാടില്ല. എന്നാൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 500 കോടി രൂപയിൽ കൂടാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ടതാണ് MSME, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ്. മൈക്രോ എന്റർപ്രൈസ് ആണെങ്കിൽ അവരുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് 2.5 കോടിയിൽ കൂടാൻ പാടില്ല. ടേൺ ഓവർ 10 കോടിയിൽ കൂടാൻ പാടില്ല. സ്മോൾ എന്റർപ്രൈസ് ആണെങ്കിൽ അവരുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് 25 കോടിയിൽ കൂടാൻ പാടില്ല. അതുപോലെ തന്നെ അവരുടെ ടേൺ ഓവർ 100 കോടിയിൽ കൂടാൻ പാടില്ല. മീഡിയം എന്റർപ്രൈസ് ആണെങ്കിൽ അവരുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് 125 കോടിയിൽ കൂടാൻ പാടില്ല. അതുപോലെ തന്നെ അവരുടെ ടേൺ ഓവർ 500 കോടിയിൽ കൂടാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസറിലോട്ടൊന്ന് വരാമല്ലോ. നോക്കാം. ഇവിടെ സ്മോൾ എന്റർപ്രൈസിന്റെ കേസാണ് പറഞ്ഞത്. സ്മോൾ എന്റർപ്രൈസിന്റെ കേസിൽ അല്ലെ ഈ പറയുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് 25 കോടിയിൽ കൂടാൻ പാടില്ല. ടേൺ ഓവർ 100 കോടിയിൽ കൂടാൻ പാടില്ല. ഓക്കെ, അടുത്ത എ മാൻഡേറ്റ് ഈസ് ആൻഡ് ഡാഷ് എഗ്രിമെന്റ്. മാൻഡേറ്റ് ഞാൻ നേരത്തെ കുറച്ചു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. മാൻഡേറ്റ് അഥവാ അധികാരപത്രം. ഒരു വൈറ്റ് പേപ്പറിൽ ഒരാളുടെ അധികാരം, അയാൾ നിശ്ചിതമായിട്ടുള്ള അധികാരം മറ്റൊരു വ്യക്തിക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര്, അങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് മാൻഡേറ്റ് വഴിയാണ്. ഓക്കെ, അപ്പൊ മാൻഡേറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാമ്പ്ഡ് അൺസ്റ്റാമ്പ്ഡ് മെമ്മോറാൻഡം കാൽക്കുലേറ്റഡ് എഗ്രിമെന്റ് ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. പഠിച്ചു വെക്കുക, മാൻഡേറ്റ് എന്ന് പറയുന്നത് ഒരു അൺസ്റ്റാമ്പ്ഡ് എഗ്രിമെന്റ് ആണ്. പ്രത്യേകിച്ച് ഒരു രജിസ്ട്രേഷനോ സ്റ്റാമ്പിന്റെയോ ഒന്നും ആവശ്യം എവിടെ വരുന്നില്ല, മാൻഡേറ്റിന്റെ കേസിൽ വരുന്നില്ല. ഓക്കെ, പക്ഷെ പവർ ഓഫ് അറ്റോർണിയുടെ കേസിൽ അവിടെ രജിസ്ട്രേഷനും നോട്ടറിയൊക്കെ ആവശ്യമാണ്. എന്നാൽ മാൻഡേറ്റിന്റെ കേസിൽ അതൊരു അൺസ്റ്റാമ്പ്ഡ് എഗ്രിമെന്റ് ആണെന്ന് പഠിച്ചു വെക്കുക. അടുത്ത മാൻഡേറ്റ് നോക്കണേ. എ ബാങ്ക് മാൻഡേറ്റ് ഓർ അക്കൗണ്ട് സിഗ്നേച്ചറി is a simpler and a general purpose version of power of attorney is a simple authority given in writing to the banker by a customer, authorizing a named person to operate the account temporarily for a specific period. ഒരു സ്പെസിഫിക് പീരീഡിലേക്ക് ടെമ്പററി ആയിട്ട് ഒരു വ്യക്തിയുടെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ, നിയന്ത്രിക്കാനായിട്ട് ഒരു വ്യക്തി മറ്റൊരാളെ ഒരു വെള്ള പേപ്പറിന്റെ സഹായത്തോടുകൂടി അയാളുടെ അധികാരം മറ്റൊരു വ്യക്തിക്ക് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മാൻഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 15ാമത്തെ ചോദ്യം. Which one of the following is not a category in the priority sector? പ്രയോറിറ്റി സെക്ടറിൽ ഉൾപ്പെടാത്തത് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നോട്ട് കാറ്റഗറി അണ്ടർ പ്രയോറിറ്റി സെക്ടർ, പ്രയോറിറ്റി സെക്ടറിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ പ്രയോറിറ്റി സെക്ടറിന്റെ ലിസ്റ്റ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രയോറിറ്റി സെക്ടറിൽ ഉൾപ്പെടുന്നതാണ്. എക്സ്പോർട്ട് ക്രെഡിറ്റ് പ്രയോറിറ്റി സെക്ടറിൽ ഉൾപ്പെടുന്നതാണ്. ഹൗസിംഗ് പ്രയോറിറ്റി സെക്ടറിൽ വരുന്നതാണ്. എന്നാൽ കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് പറയുന്നത് പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മൾ പഠിക്കുന്നില്ല. ഓക്കെ, നോക്കാം ഏതൊക്കെയാണ് പ്രയോറിറ്റി സെക്ടർ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. പഠിച്ചു വെച്ചോണം, ഇനി ഇതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അഗ്രികൾച്ചർ എന്ന് പറയുന്നത് പ്രയോറിറ്റി സെക്ടർ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ് അഥവാ MSME പ്രയോറിറ്റി സെക്ടറിൽ ഉൾപ്പെടുന്നതാണ്. എക്സ്പോർട്ട് ക്രെഡിറ്റ് പ്രയോറിറ്റി സെക്ടറാണ്. എഡ്യൂക്കേഷൻ പ്രയോറിറ്റി സെക്ടറാണ്. ഹൗസിംഗ് പ്രയോറിറ്റി സെക്ടറാണ്. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രയോറിറ്റി സെക്ടറാണ്. റിന്യൂവബിൾ എനർജി, അതുപോലെ തന്നെ വീക്കർ സെക്ഷൻസും അതേഴ്സും ഒക്കെ പ്രയോറിറ്റി സെക്ടറിൽ ഉൾപ്പെടുന്ന കാറ്റഗറിയാണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രയോറിറ്റി സെക്ടറിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അടുത്ത 16ാമത്തെ ചോദ്യം. ദ റൈറ്റ് ഓഫ് ലീൻ റെഫേഴ്സ് ടു. എന്താണ് ലീൻ എന്ന് പറയുന്നത്? ലീൻ അല്ലെ, ലീൻ എന്ന് വെച്ചാൽ ക്രെഡിറ്ററുടെ ഒരു അവകാശമാണ്.
പൈസ കിട്ടാൻ അവകാശപ്പെട്ട വ്യക്തി, ആ വ്യക്തിക്കുള്ള ഒരു അവകാശം ലീൻ എന്ന് പറയുന്നത്. ഒരാൾ ഒരു ആവശ്യത്തിന് ഒരു പൈസ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. അതുവരെ നമ്മുടെ കയ്യിൽ ഒരു ഈടായിട്ട് ഒരു പ്രോപ്പർട്ടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾ ആ പൈസ നമുക്ക് തിരികെ തരുന്നത് വരെ നമുക്ക് ആ വസ്തു പിടിച്ചു വെക്കാനുള്ള ആ ഒരു റൈറ്റിനെ പറയുന്ന പേരാണ് ലീൻ എന്ന് പറയുന്നത്. നോക്കാം, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ഓഫ് ദി ക്രെഡിറ്റർ ടു റിറ്റെയിൻ ദ പൊസിഷൻ ഓഫ് സെക്യൂരിറ്റി ബിലോങ് ടു ഡെപ്റ്റർ. ഈ പറയുന്ന ലീൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ക്രെഡിറ്ററിന്റെ അവകാശമാണ്. ഓക്കെ, പൈസ കടം തന്ന വ്യക്തി, അയാളുടെ ഒരു അവകാശമാണ് ലീൻ എന്ന് പറയുന്നത്. എന്തിനുള്ള അവകാശം? ടു റിറ്റെയിൻ ദ പൊസഷൻ ഓഫ് സെക്യൂരിറ്റി ബിലോങ്ങിങ് ടു ഡെപ്റ്റർ. ഡെപ്റ്ററുടെ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി കൈവശം പിടിച്ചു വെക്കാനുള്ള ആ ഒരു അധികാരമാണ് എന്തെന്ന് പറയുന്നത്? ലീൻ എന്ന് പറയുന്നത്. വിൽക്കാനുള്ള അധികാരം അവിടെ പോകുന്നില്ല. സെക്യൂരിറ്റീസ് എന്താണോ അവിടെ ഡെപ്റ്റർ വെച്ചിട്ടുള്ളത്, ആ ഡെപ്റ്റർ ആ ഒരു സെക്യൂരിറ്റി ക്രെഡിറ്ററിന് പിടിച്ചു വെക്കാനുള്ള ആ ഒരു അധികാരത്തെ പറയുന്ന പേര് ലീൻ എന്നാണ്. അപ്പൊ പഠിച്ചു വെച്ചോണം, റൈറ്റ് ഓഫ് എ ലീൻ എന്ന് വെച്ചാൽ റൈറ്റ് ഓഫ് ദി ക്രെഡിറ്റർ ടു റിറ്റെയിൻ ദ പൊസിഷൻ ഓഫ് സെക്യൂരിറ്റി ബിലോങ്സ് ടു ഡെപ്റ്റർ. നോ സബ്സിഡി ഓർ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഈസ് അവൈലബിൾ ഇൻ ദ കേസ് ഓഫ് ദി ഫോളോയിങ്. ഇവിടെ താഴെ പറയുന്നതിൽ എന്തിന്റെ കേസിലാണ് സബ്സിഡി അഥവാ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്? ഓക്കെ, സബ്സിഡി അവിടെ വരുന്നില്ല, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഇല്ലാത്ത കേസുകളാണ് ചോദിച്ചേക്കുന്നത്. ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അഥവാ DRI, ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീമിന്റെ പറയുന്നത് നോ സബ്സിഡി ഓർ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഈസ് അവൈലബിൾ എന്നാണ്. എന്താണ് DRI എന്ന് നമുക്കൊന്ന് നോക്കാം. ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, DRIയുടെ പൂർണ്ണരൂപമാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. RB ആണ് ഈ പറയുന്ന ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ടുവന്നത്. RB ആണ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏത് വർഷമാണ്? 1972. പഠിച്ചു വെച്ചോണം, ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് RB ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം 1972. Under this scheme, bank provide financial at a concession rate of interest or 4%. 4% പലിശ നിരക്കിൽ ലോൺ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. വളരെ കുറഞ്ഞ കൺസെഷണൽ റേറ്റിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സ്കീമാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം എന്ന് പറയുന്നത്. DRI നോട്ട് റിക്വയർ കൊളാറ്ററൽ തേർഡ് പാർട്ടി ഗ്യാരണ്ടി. അവിടെ ഒരു ഗ്യാരണ്ടി, ഒരു തേർഡ് പാർട്ടിയുടെ ഗ്യാരണ്ടിയോ അതുപോലെ തന്നെ ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റിയുടെ ഗ്യാരണ്ടി ഒന്നും ആവശ്യം വരുന്നില്ല. ഒരു ജാമ്യത്തിന്റെ ആവശ്യമില്ലാതെ കൊടുക്കാൻ പറ്റുന്ന ഒരു ലോൺ ആണ് എന്തെന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം പ്രകാരം ഓഫർ ചെയ്യുന്ന ലോണുകൾ. അവിടെ ഇൻട്രസ്റ്റ് പഠിച്ചു വെച്ചാണ് 4% കേട്ടോ. 4% പലിശയിലാണ് DRI ഇൻട്രസ്റ്റ് ഈടാക്കുന്നത്. അതുപോലെ തന്നെ DRI എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1972. അടുത്തത്, as per RBI guideline, a deposit account has to be classified as unclaimed deposit account and to be transferred to DEF account with RBI if there is no operation in the account for period of dash year. ഇവിടെ RBIയുടെ ഗൈഡ്ലൈൻസിൽ ഡെഫ് അക്കൗണ്ട് ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ അവയർനെസ് ഫണ്ട് എത്ര വർഷമായിട്ട് ഓപ്പറേഷൻ ഇല്ലാതെ കിടക്കുന്ന അക്കൗണ്ടിലെ എമൗണ്ടുകളാണ് നമ്മൾ ഡെഫ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് 10 വർഷം. ഓക്കെ ആണല്ലോ, 10 വർഷമായിട്ട് യാതൊരു വിധത്തിലുള്ള ഓപ്പറേഷനും ഇല്ലാതെ കിടക്കുന്ന അക്കൗണ്ടിലെ എമൗണ്ടുകളാണ് നമ്മൾ RBIയുടെ കൺട്രോളിലുള്ള ഡെഫ് അക്കൗണ്ടിലോട്ട് മാറ്റുന്നത്. ഡെഫിന്റെ പൂർണ്ണരൂപം പഠിച്ചു വെച്ചോണം, ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ അവയർനെസ് ഫണ്ട്. 10 വർഷമായിട്ട് യാതൊരുവിധ ഓപ്പറേഷനും ഇല്ലാതെ കിടക്കുന്ന ഡെപ്പോസിറ്റ് എമൗണ്ട് ആണ് നമ്മൾ ഡെഫ് അക്കൗണ്ടിലോട്ട് അല്ലെങ്കിൽ RBI ട്രാൻസ്ഫർ ചെയ്യുന്നത്. നോക്കാം, ഇനാക്റ്റീവ്, ഇനോപ്പറേറ്റീവ്, അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ഇതൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കാം എന്താണ്. ഒരു സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഹാവ് നോട്ട് മെയ്ഡ് എനി ട്രാൻസാക്ഷൻ ഇൻ ദ അക്കൗണ്ട് ഫോർ എ പീരീഡ് ഓഫ് 1 year. 1 വർഷമായിട്ടും യാതൊരുവിധ ഓപ്പറേഷനും ഇല്ലാതെ കിടക്കുന്ന അക്കൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഇനാക്റ്റീവ് അക്കൗണ്ട്. ഓക്കെ ആണല്ലോ, 1 വർഷമായിട്ടും യാതൊരുവിധ ട്രാൻസാക്ഷനും ഇല്ലാതെ കിടക്കുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേര് ഇനാക്റ്റീവ് അക്കൗണ്ട്. ഓക്കെ, 1 വർഷമായിട്ട് യാതൊരു ഓപ്പറേഷനും ഇല്ലാതെ കിടക്കുന്ന അക്കൗണ്ടാണ് ഇനാക്റ്റീവ് അക്കൗണ്ട്. എന്നാൽ 2 വർഷമായിട്ടും
2 വർഷമായിട്ടും യാതൊരുവിധ ഓപ്പറേഷനും ഇല്ലാതെ കിടക്കുന്ന അക്കൗണ്ടിനെ പറയുന്ന പേരാണ് ഇനോപ്പറേറ്റീവ് അക്കൗണ്ട്. ഓക്കെ ആണല്ലോ. 1 വർഷമായിട്ട് യാതൊരുവിധ ഓപ്പറേഷനും ഇല്ലാതെ കിടക്കുന്ന അക്കൗണ്ട് ഇനാക്റ്റീവ് അക്കൗണ്ടും 2 വർഷമായിട്ടും യാതൊരുവിധ ഓപ്പറേഷനും ഇല്ലാതെ കിടക്കുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേര് ഇനോപ്പറേറ്റീവ് അക്കൗണ്ട് എന്നാണ്. ഇനോപ്പറേറ്റീവ് അക്കൗണ്ടിന്റെ മറ്റൊരു പേര് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഡോർമെന്റ് അക്കൗണ്ട് എന്നാണ്. ഓക്കെ ആണല്ലോ. ഇനോപ്പറേറ്റീവ് അക്കൗണ്ടിന്റെ മറ്റൊരു പേരാണ് ഡോർമെന്റ് അക്കൗണ്ട്. ഇനി അക്കൗണ്ട് വിത്ത് നോ ട്രാൻസാക്ഷൻ ഫോർ ലാസ്റ്റ് 10 years ഈസ് കാൾഡ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഓക്കെ, 10 വർഷമായിട്ടും യാതൊരുവിധ ഓപ്പറേഷനും ഇല്ല എങ്കിൽ ആ ഡെപ്പോസിറ്റ് അക്കൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്നാണ്. ഇങ്ങനെ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ കിടക്കുന്ന എമൗണ്ട് ആണ് RBIയുടെ അണ്ടർ കൺട്രോളിലുള്ള ഡെഫ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പുറത്തു വെച്ചോണം, ഡെഫ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഏത് എമൗണ്ട് ആണെന്ന് ചോദിച്ചാൽ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിലുള്ള എമൗണ്ട് ആണ്. If a bank account remains inoperative for a period of 10 years, the money can be transferred to DEF account. ഇങ്ങനെ ഒരു ബാങ്കിൽ അൺക്ലെയിംഡ് ആയിട്ട് കിടക്കുന്ന ഡെപ്പോസിറ്റ് അക്കൗണ്ടിലെ എമൗണ്ടുകൾ പിന്നീട് RBIയുടെ കൺട്രോളിലുള്ള ഡെഫ് അക്കൗണ്ടിലോട്ട് ബാങ്കുകൾ മാറ്റും. ഓക്കെ, ബാങ്കുകൾ ട്രാൻസ്ഫർ ചെയ്യും. ഡെഫിന്റെ പൂർണ്ണ രൂപം ഓർത്ത് വെച്ചാണ് ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ അവയർനെസ് ഫണ്ട്. ഡെഫ് അക്കൗണ്ട് വന്ന വർഷം ചോദിക്കാൻ സാധ്യതയുണ്ട് 2014. ഓർത്ത് വെച്ചാണ് ഡെഫ് അക്കൗണ്ട് വന്ന വർഷം 2014. അതുപോലെ തന്നെ ഈ പറയുന്ന ഡെഫ് അക്കൗണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 3%. ഡെഫ് അക്കൗണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്, ഡെഫ് അക്കൗണ്ടിൽ കിടക്കുന്ന എമൗണ്ടിന് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇൻട്രസ്റ്റ് ഉണ്ട്. എത്ര ശതമാനം? 3%. അതുപോലെ തന്നെ ഈ പറയുന്ന ഡെഫ് അക്കൗണ്ടിനെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ BR ആക്ടിലെ സെക്ഷൻ 26A. ഓർത്തു വെച്ചോണം, ഡെഫ് അക്കൗണ്ട് അഥവാ ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ അവയർനെസ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് RBI ആണ്. പക്ഷേ ഈ പറയുന്ന RBIയുടെ ഡെഫ് അക്കൗണ്ടിനെ പറ്റി മെൻഷൻ ചെയ്യുന്നത് ഏത് സെക്ഷനിലാണെന്ന് ചോദിച്ചാൽ BR ആക്ടിലെ സെക്ഷൻ 26A. ഓർത്തു വെച്ചോണം, ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ അവയർനെസ് ഫണ്ട്. അടുത്ത 19ാമത്തെ ചോദ്യം. ടു ഓപ്പൺ ആൻ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് ദ ബാങ്ക് റിക്വയർ. ഒരു അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട്, ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലേ, നമ്മളെ എക്സിക്യൂട്ടർ അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ പഠിക്കുന്ന അവസരത്തിൽ ഒരാളുടെ അക്കൗണ്ട് അല്ലെങ്കിൽ ഒരാളുടെ പ്രോപ്പർട്ടി എന്തോ ആയിക്കോട്ടെ, അയാളുടെ മരണശേഷം ആ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനായിട്ട് സ്വന്തമായിട്ട് ചുമതലപ്പെടുത്തുവാണെങ്കിൽ അത് എക്സിക്യൂട്ടർ. എന്നാൽ അയാൾ മരണശേഷം അയാളുടെ ഈ പറയുന്ന പ്രോപ്പർട്ടിയും അസറ്റുകളും ഒക്കെ നോക്കി നടത്താനായിട്ട് കോടതി ഇടപെട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അയാളെ വിളിക്കുന്ന പേരാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ കേസിൽ ഈ വ്യക്തി അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്ന് ബാങ്കിനോട് വന്ന് പറഞ്ഞാൽ അത് തെളിയിക്കണം. അത് തെളിയിക്കാനായിട്ട് അവിടെ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ ഹാജരാക്കേണ്ട രേഖ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാങ്കിന് ആവശ്യമുള്ളത് ഏതാണ്? ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടിന്റെ കേസിൽ ബാങ്കിന് ആവശ്യമുള്ള രേഖ എന്താണെന്ന് ചോദിച്ചാൽ ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. നോക്കാം, എക്സിക്യൂട്ടർ ആരാണ്, അഡ്മിനിസ്ട്രേറ്റർ ആരാണ് നോക്കണേ. എക്സിക്യൂട്ടർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ ബോത്ത് ആർ പേഴ്സൺ. ഈ പറയുന്ന എക്സിക്യൂട്ടർ അഡ്മിനിസ്ട്രേറ്റർ എന്താണ്? അപ്പോയിന്റഡ് ടു സെറ്റിൽ ദ അക്കൗണ്ട് ഓഫ് എ പേഴ്സൺ ആഫ്റ്റർ ഹിസ് ഡെത്ത്. ഒരാൾ മരണപ്പെട്ടാൽ, ഒരു വ്യക്തി മരണപ്പെട്ടാൽ അയാളുടെ അക്കൗണ്ടിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് എക്സിക്യൂട്ടർ അഡ്മിനിസ്ട്രേറ്റർ. എക്സിക്യൂട്ടർ ഈസ് അപ്പോയിന്റഡ് ബൈ പേഴ്സൺ ഹിംസെൽഫ്. മരണപ്പെടുന്നതിന് മുൻപേ തന്നെ ആ വ്യക്തി സ്വന്തമായിട്ട് എൻ്റെ അക്കൗണ്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനായിട്ട് ഞാൻ ഇന്ന ആളെ ഏർപ്പാടാക്കുകയാണ്, ഇയാളാണ് ഇത് കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്യേണ്ടതെന്ന് മുൻകൂറായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് പറയുന്ന പേര് എക്സിക്യൂട്ടർ എന്നാണ്. ഓക്കെ, ദ പേഴ്സൺ അപ്പോയിന്റഡ് ബൈ ഹിംസെൽഫ് ഈസ് കാൾഡ് ടെസ്റ്റേറ്റർ. ഇങ്ങനെ എക്സിക്യൂട്ടറെ അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തിയെ വിളിക്കുന്ന പേര് ടെസ്റ്റേറ്റർ എന്നാണ്. ദ എക്സിക്യൂട്ടർ ഹാസ് ടു ആക്ട് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഗിവൻ ഇൻ ദ ബില്ല്. അപ്പോൾ ഈ പറയുന്ന ടെസ്റ്റേറ്റർ എന്തൊക്കെയാണോ കാര്യങ്ങൾ ആ ബില്ലിൽ പറഞ്ഞിട്ടുള്ളത്, ആ രേഖയിൽ പറഞ്ഞിട്ടുള്ളത്, അത് പ്രകാരമായിരിക്കണം ആര് ആക്ട് ചെയ്യേണ്ടത്? ഈ പറയുന്ന എക്സിക്യൂട്ടർ ആക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ദ എക്സിക്യൂട്ടർ ഹാസ് ടു ആക്ട് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഗിവൻ ബൈ ദ ബിൽ. ദ ബാങ്ക് ഷുഡ് എക്സാമിൻ ദ ലെറ്റർ ഓഫ് പ്രൊബേറ്റ്. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഒരു ബാങ്കിലേക്ക് ഞാൻ എക്സിക്യൂട്ടർ ആണെന്ന് വന്ന് പറഞ്ഞാൽ അംഗീകരിക്കണമെങ്കിൽ ഈ പറയുന്ന എക്സിക്യൂട്ടർ എന്ത് ഹാജരാക്കണമെന്ന് ചോദിച്ചാൽ ലെറ്റർ ഓഫ് പ്രൊബേറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ബാങ്കിന് ഒരു എക്സിക്യൂട്ടറിന്റെ കേസിൽ കൺഫർമേഷൻ വേണം. ബാങ്കിന് കൺഫർമേഷൻ ആവശ്യമാണ്. അയാൾ തന്നെയാണോ ആ വ്യക്തിയുടെ എക്സിക്യൂട്ടർ എന്ന് കൺഫേം ചെയ്യണമെങ്കിൽ ആ എക്സിക്യൂട്ടർ ഹാജരാക്കേണ്ട രേഖയാണ് ലെറ്റർ ഓഫ് പ്രൊബേറ്റ്. പുറത്തു വെച്ചോ, ഒഫീഷ്യൽ കൺഫർമേഷൻ.
ഒഫീഷ്യൽ കൺഫർമേഷൻ ഓഫ് എ ബിൽ ഇൻ ദ കേസ് ഓഫ് എക്സിക്യൂട്ടർ. എക്സിക്യൂട്ടറിന്റെ കേസിൽ ഒഫീഷ്യൽ കൺഫർമേഷൻ ആയിട്ട് ബാങ്കിന് നമ്മൾ ഹാജരാക്കേണ്ട രേഖയാണ് ലെറ്റർ ഓഫ് പ്രൊബേറ്റ്. അഡ്മിനിസ്ട്രേറ്ററിന്റെ കേസ് നമ്മൾ പറഞ്ഞു ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ദ അഡ്മിനിസ്ട്രേറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ കോർട്ട്. കോടതി ഇടപെട്ട് അല്ലെ, ഒരാൾ മരിച്ച ശേഷം അയാളുടെ കാര്യങ്ങളൊക്കെ, അയാളുടെ അക്കൗണ്ട് വിവരങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാനായിട്ട് കോടതി ഒരാളെ നിയോഗിക്കുകയാണെങ്കിൽ അയാളെ വിളിക്കുന്ന പേരാണ് അഡ്മിനിസ്ട്രേറ്റർ. Where the person not appointed as an executor in his will or the executor refers to the act, the bank should examine the letter of administration. Case of administrators. അഡ്മിനിസ്ട്രേറ്ററിന്റെ കേസിൽ ബാങ്കിന് ആവശ്യമുള്ള ഈ പറയുന്ന ഒഫീഷ്യൽ കൺഫർമേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അടുത്ത, അണ്ടർ വിച്ച് ആക്ട് ആർ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു സിമ്പിൾ മോർട്ട്ഗേജ് ഡിഫൈൻഡ്? സിമ്പിൾ മോർട്ട്ഗേജുമായി ബന്ധപ്പെട്ട് ഏത് നിയമത്തിലാണ് സിമ്പിൾ മോർട്ട്ഗേജിനെ പറ്റി പറയുന്നത്? സിമ്പിൾ മോർട്ട്ഗേജ്. ഓക്കെ, മോർട്ട്ഗേജ് പലതരമുണ്ട്. മോർട്ട്ഗേജ് എന്ന് വെച്ചാൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിലെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ചാർജാണ് മോർട്ട്ഗേജ് എന്ന് പറയുന്നത്. മോർട്ട്ഗേജിനെ അഥവാ സിമ്പിൾ മോർട്ട്ഗേജിനെ പറ്റി പറയുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 വെച്ചോണേ. നോക്കണേ, സിമ്പിൾ മോർട്ട്ഗേജുമായി ബന്ധപ്പെട്ട നിയമം എന്താണെന്ന് ചോദിച്ചാൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. ഓക്കെ ആണല്ലോ, സിമ്പിൾ മോർട്ട്ഗേജിനെ പറ്റി മെൻഷൻ ചെയ്യുന്ന നിയമമാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. എന്നാൽ അസൈൻമെന്റ്, ഭാവിയിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു അസറ്റിനെ ഈടാക്കി വെച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് അസൈൻമെന്റ് എന്നാണ്. ഇപ്പോൾ അസൈൻമെന്റിനെ പറ്റി മെൻഷൻ ചെയ്യുന്ന നിയമമാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ഏത് വർഷമാണെന്നോടൊന്ന് ഓർച്ചു വെച്ചാണ് 1882. ലീനിനെ പറ്റി പ്ലെഡ്ജിനെ പറ്റി പറയുന്നത് ഏത് നിയമത്തിലാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ്. 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ് ലീനിനെ പറ്റിയും പ്ലെഡ്ജിനെ പറ്റിയും മെൻഷൻ ചെയ്യുന്നത്. ഹൈപ്പോത്തിക്കേഷൻ, മൂവബിൾ അസറ്റിന്മേൽ ക്രിയേറ്റ് ചെയ്യുന്ന ചാർജാണ് ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറയുന്നത്. ഹൈപ്പോത്തിക്കേഷനെ പറ്റി പറയുന്നത് സർഫാസി ആക്ട് 2002. ഓക്കെ ആണല്ലോ. ഓരോ നിയമത്തിലും എന്തൊക്കെ കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കാണാറുണ്ട്. സിമ്പിൾ മോർട്ട്ഗേജിനെ പറ്റി പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, അസൈൻമെന്റിനെ പറ്റി പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, ലീനിനെ പറ്റി പ്ലെഡ്ജിനെ പറ്റി പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടില്, ഹൈപ്പോത്തിക്കേഷനെ പറ്റി പറയുന്നത് സർഫാസി ആക്ടിലാണ്. സർഫാസി ആക്ട് ഏത് വർഷം? 2002. അടുത്തത്, പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന ഈസ് എ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ദാറ്റ് പ്രൊവൈഡ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന PMSBY. സുരക്ഷ ആയതുകൊണ്ട് തന്നെ ഇത് എന്തിനു വേണ്ടിയുള്ള സോഷ്യൽ സ്കീമാണെന്ന് ചോദിച്ചാൽ, സോഷ്യൽ സെക്യൂരിറ്റി സ്കീമാണെന്ന് ചോദിച്ചാൽ ഇതൊരു ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് ആണ്. ഓർത്തു വെച്ചോണം, പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന എന്ന് പറയുന്നത് ഒരു ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന, പരിരക്ഷ കിട്ടുന്ന ഒരു സ്കീമാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. നോക്കാം, വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന PMSBY, അതിൽ പങ്കാളിയാവണമെങ്കിൽ 18-70 വയസ്സുണ്ടായിരിക്കണം. അതുപോലെ തന്നെ PMSBY എന്ന് പറയുന്ന ഒരു ആക്സിഡന്റൽ ഡെത്ത് പെർമനന്റ് ഡിസബിലിറ്റി കവറേജ് കിട്ടുന്ന ഒരു സ്കീമാണ് PMSBY. 2 ലക്ഷം രൂപ വരെയാണ് അവിടെ പരിരക്ഷയായിട്ട് നമുക്ക് കിട്ടുന്നത്. അവിടെ നമ്മൾ അടയ്ക്കേണ്ട ആനുവൽ പ്രീമിയം എന്ന് പറഞ്ഞാൽ 20 രൂപയാണ്. പഠിച്ചു വെച്ചോണം, PMSBYയുടെ കേസ് 1870. അത് ഒരു ആക്സിഡന്റൽ ഡെത്ത് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന സ്കീമാണ്. 2 ലക്ഷം രൂപ വരെയാണ് അവിടെ പരിരക്ഷ കിട്ടുന്നത്. ആനുവൽ പ്രീമിയം എന്ന് പറയുന്നത് 20 രൂപയാണ്. അടുത്തത് PMJJBY, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന. അതിലെ അംഗമാകാനുള്ള എലിജിബിലിറ്റി ഏജ് എന്ന് പറയുന്നത് 18-50 വയസ്സാണ്. അവിടെ നമ്മൾ പ്രീമിയം ആയിട്ട് അടയ്ക്കേണ്ടത് 436 രൂപയാണ്. 436 രൂപയാണ് പ്രീമിയം എമൗണ്ട്. ഏതിന്റെ കേസിൽ? പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന. ഇതൊരു ഡെത്ത് ഇൻഷുറൻസ് കവറേജ് സ്കീമാണ്. ഓക്കെ ആണല്ലോ, ഡെത്ത് ഇൻഷുറൻസ് കവറേജ് ആണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന. അവിടെ ഇൻഷുറൻസ് പരിരക്ഷയായിട്ട് കിട്ടുന്ന തുക എത്രയാണെന്ന് ചോദിച്ചാൽ 2 ലക്ഷം രൂപയാണ്. അടുത്തത് APY അഥവാ അടൽ പെൻഷൻ യോജന. അതിന്റെ വയസ്സ് എന്ന് പറയുന്നത് 18-40 വയസ്സാണ്. ഇതൊരു പെൻഷൻ സ്കീമാണ്. ഓക്കെ, 60 വയസ്സാവുമ്പോൾ 18-50 അതിൽ അംഗമാവാനുള്ള പ്രായപരിധി പറയുന്നതെങ്കിലും 60 വയസ്സ് മുതൽ 60 വയസ്സ് മുതൽ നമുക്കൊരു നിശ്ചിത തുക പെൻഷനായിട്ട് കിട്ടുന്ന ഒരു സ്കീമാണ് അടൽ പെൻഷൻ യോജന. 1000, 2000, 3000, 4000 അങ്ങനെ 5000 രൂപ വരെ നമുക്ക് മാസാമാസം പെൻഷൻ കിട്ടുന്ന ഒരു പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന അഥവാ APY. 18-40 ഓർത്ത് വെച്ചോണം, അതിന്റെ ഏജ് ലിമിറ്റ് ആണ്. അടുത്തത്, വാട്ട് ഈസ് ദ മിനിമം എമൗണ്ട് വിച്ച് റെമിറ്റൻസ് ഈസ് പെർമിറ്റഡ് അണ്ടർ RTGS? RTGS അഥവാ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്, അതിന്റെ
മിനിമം എത്ര രൂപയാണ് ട്രാൻസാക്ഷൻ ലിമിറ്റ് ആയിട്ട് അവിടെ പറയുന്നത് എന്ന് ചോദിച്ചാൽ മിനിമം 2 ലക്ഷം രൂപ. ഓക്കെ ആണല്ലോ? 2 ലക്ഷം തൊട്ട് മുകളിലോട്ട് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് RTGS വഴി അയക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത 23ാമത്തെ ചോദ്യം. Where a physical movement of a paper check is stopped and for collecting the payment, its image is used by collecting bank. In this case, which one of the following is correct? ഇവിടെ ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് എ പേപ്പർ ചെക്ക് ഈസ് സ്റ്റോപ്പ്ഡ്. ഒരു ഫിസിക്കൽ ഫോമാറ്റിലുള്ള ഒരു ചെക്കിനെ ഇലക്ട്രോണിക് ഫോമാറ്റിലോട്ട് മാറ്റുന്ന ഒരു രീതിയുണ്ട് ഫോർ കളക്ഷന് വേണ്ടി. ഓക്കെ, കളക്ഷന് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ ഈ പറയുന്ന ഫിസിക്കൽ ഫോമാറ്റിലുള്ള ഒരു ചെക്ക് നമ്മൾ ഇലക്ട്രോണിക് ഫോമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, അഥവാ ഡിജിറ്റൽ ഫോമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദ ചെക്ക് ഈസ് കാൾഡ് ട്രങ്കേറ്റഡ് ചെക്ക്. ഓക്കെ, ഇത്തരത്തിൽ ഈ പറയുന്ന ഫിസിക്കൽ മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്ത് ഇലക്ട്രോണിക് ഫോമാറ്റിലോട്ട് മാറ്റുകയാണെങ്കിൽ ആ ഒരു രീതിയെ വിളിക്കുന്ന പേരാണ് ട്രങ്കേറ്റഡ് ചെക്ക്. ഓക്കെ ആണല്ലോ? വളരെ പ്രധാനപ്പെട്ടാണ്. ദ ചെക്ക് ഈസ് കാൾഡ് ട്രങ്കേറ്റഡ് ചെക്ക്. ഇത്തരത്തിൽ ഒരു ഫിസിക്കൽ മൂവ്മെന്റിലുള്ള ഒരു ചെക്ക്, ഫിസിക്കൽ മോഡിലുള്ള ഒരു ചെക്ക് ഇലക്ട്രോണിക് ഫോമാറ്റിലോട്ട് മാറ്റുവാണെങ്കിൽ ആ ചെക്കിനെ നമ്മൾ വിളിക്കുന്ന പേര് ട്രങ്കേറ്റഡ് ചെക്ക് എന്നാണ്. വളരെ പ്രധാനപ്പെട്ടാണ്. ചെക്കിനെ പറ്റി പറയുന്ന NA ആക്ടിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 6 ആണ്. വളരെ പ്രധാനപ്പെട്ടാണ്. NA ആക്ടിലെ സെക്ഷൻ 6ലാണ് ചെക്കിനെ പറ്റി പറയുന്നത്. സെക്ഷൻ 6A ഇലക്ട്രോണിക് ചെക്കിനെ പറ്റിയും സെക്ഷൻ 6B പറയുന്നത് ട്രങ്കേറ്റഡ് ചെക്കിനെ പറ്റിയുമാണ്. ഓക്കെ, ഇപ്പോൾ എഴുതപ്പെടുമ്പോൾ തന്നെ ചെക്ക് തയ്യാറാക്കുമ്പോൾ തന്നെ ഇലക്ട്രോണിക് ഫോമാറ്റിലാണെങ്കിൽ, കമ്പ്യൂട്ടറിൽ തന്നെയാണെങ്കിൽ, അഥവാ ഒരു ഡിജിറ്റൽ ഫോമാറ്റിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോണിക് ചെക്ക് എന്നാണ്. ഇലക്ട്രോണിക് ചെക്കിനെ മെൻഷൻ ചെയ്യുന്നത് സെക്ഷൻ 6A. എന്നാൽ ട്രങ്കേറ്റഡ് ചെക്ക് നമ്മൾ പറഞ്ഞു ഒരു ഫിസിക്കൽ മൂവ്മെന്റ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇലക്ട്രോണിക് ഫോമാറ്റിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ ആ ചെക്കിനെ നമ്മൾ വിളിക്കുന്നത് ട്രങ്കേറ്റഡ് ചെക്ക് എന്നാണ്. ട്രങ്കേറ്റഡ് ചെക്കിനെ പറ്റി പറയുന്നത് സെക്ഷൻ 6B. ഓർത്തു വെക്കുക. ചെക്ക് ട്രങ്കേഷൻ ഈസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് February 2008. വളരെ പ്രധാനപ്പെട്ടാണ്. ഇത്തരത്തില് ഫിസിക്കൽ മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്ത് ഈ പറയുന്ന ഡിജിറ്റൽ ഫോമാറ്റിലോട്ട് മാറ്റുന്ന ആ ഒരു കൺവേർഷൻ മെത്തേഡാണ് ചെക്ക് ട്രങ്കേഷൻ എന്ന് പറയുന്നത്. അത് എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ 2008 February 1 മുതലാണ്. RBI പ്രിസ്ക്രൈബ്ഡ് CTS സ്റ്റാൻഡേർഡ്. ഇത്തരത്തില് ഈ പറയുന്ന CTS ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റത്തിന് വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് ആദ്യമായി RBI പുറത്തിറക്കിയത് 2010 മുതലാണ്. ഈ 2 വർഷങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 2008 ഈ പറയുന്ന ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം നിലവിൽ വന്നത്. അതിനുവേണ്ടി ഒരു സ്റ്റാൻഡേർഡ് പുറത്തിറക്കുന്ന RBI 2010 മുതലാണ്. അടുത്ത, ബാങ്ക്സ് ഡു നോട്ട് ഇഷ്യൂ ATM കാർഡ്. ഇവിടെ ഏത് കേസിലാണ് ATM കാർഡ് ഇഷ്യൂ ചെയ്യാത്തത്? ബാങ്ക് ആർക്കാണ് ATM കാർഡ്, ഈ താഴെ പറയുന്നതിൽ ആർക്കൊക്കെയാണ് ATM കാർഡ് കൊടുക്കാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേഴ്സൺ ഹു ആർ ഇൻസോൾവെന്റ് ആയിട്ടുള്ള അഥവാ പാപ്പരായിട്ടുള്ള ഒരു വ്യക്തിക്ക് ATM കാർഡ് കൊടുക്കില്ല എന്നാണ് പറയുന്നത്. പേഴ്സൺ ഓപ്പറേറ്റിംഗ് ദ അക്കൗണ്ട് ഇൻ റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റി. ഒരു റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് വേണ്ടി ഉള്ള ഒരു വ്യക്തിയുടെ അക്കൗണ്ട് ആണെങ്കിൽ, ഒരു സ്ഥാപനത്തിന് വേണ്ടി ഒരു വ്യക്തിയെ നോക്കാൻ ഏൽപ്പിക്കുകയാണ്, അത്തരത്തിലാണ് റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ട്രസ്റ്റ്, ക്ലബ്ബ് അങ്ങനെയൊക്കെയുള്ള റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റിയിലുള്ള അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിന് ATM കാർഡ് ഓഫർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ജോയിന്റ് അക്കൗണ്ട് വിത്ത് മാൻഡേറ്റ് ഫോർ ജോയിന്റ് ഓപ്പറേഷൻ. ജോയിന്റ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു അക്കൗണ്ട് ഉണ്ട്. ജോയിന്റ് ഓപ്പറേഷൻ ഒരുമിച്ച് പറയുന്ന അക്കൗണ്ട് ഓപ്പറേഷൻസ് നടത്താവും. ആ അക്കൗണ്ടിന്റെ കേസിലും ATM കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഏതാണ് കറക്റ്റ്? ബാങ്ക് ഏതിന്റെ കേസിലൊക്കെയാണ് ATM കാർഡ് കൊടുക്കാത്തത്? എല്ലാ കേസിലും. മുകളിൽ പറഞ്ഞ 3 കേസിലും ATM കാർഡ് ബാങ്കുകൾ ഓഫർ ചെയ്യുന്നില്ല. ഓർത്തു വെക്കുക. അടുത്തത്, MICR കോഡ് ഇസ് എ ചെക്ക് കൺസിസ്റ്റ് ഓഫ്. MICR ചെക്ക്, ഈ പറയുന്ന ചെക്ക് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട് ചെക്കിന്റെ ബോട്ടം സൈഡിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു 9 അക്ക ഡിജിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? MICR എന്ന് പറയുന്നത്. MICR എന്ന് പറയുന്നത് എത്ര ഡിജിറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 9 ഡിജിറ്റ് കോഡാണ്. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. 9 അക്ക ഡിജിറ്റ് ആണെന്ന് ഓർത്തു വെക്കുക. IFSC അഥവാ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് 11 അക്കമാണ്. UTI യുണീക്ക് ട്രാൻസാക്ഷൻ റെഫറൻസ് 22 ആണ്. MMID മൊബൈൽ മണി ഐഡന്റിഫയർ 7 ആണ്. GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് 15 ആണ്. പാൻ പെർമനന്റ് അക്കൗണ്ട് നമ്പർ 10 അക്കമാണ്. ആധാറിൽ എത്ര അക്കമാണെന്ന് ചോദിച്ചാൽ 12 അക്കമാണ്. ഓർത്തു വെച്ചോണം. IFSCയിലാണെങ്കിൽ 11, UTRലാണെങ്കിൽ 22, MMIDയിലാണെങ്കിൽ 7, GSTയിലാണെങ്കിൽ 15, പാനിലാണെങ്കിൽ 10, അതുപോലെ തന്നെ ആധാറിലാണെങ്കിൽ 12.
അടുത്ത, വാട്ട് ഈസ് ദ ടോട്ടൽ PSL ടാർജസ് ഫോർ റീജിയണൽ റൂറൽ ബാങ്ക്? ആർ ആർ ബിയുടെ പ്രയോറിറ്റി സെക്ടർ ആയിട്ടുള്ള RRBയുടെ ടോട്ടൽ PSL ടാർജറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങുമായി ബന്ധപ്പെട്ട ഓരോ പെർസെൻറ്റേജുകൾ നമ്മൾ അറിയണം. ഓരോ ബാങ്കുകളും ഈ പറയുന്ന പ്രയോറിറ്റി സെക്ടറിലോട്ട് കൊടുക്കാൻ വേണ്ടി അവരുടെ ടോട്ടൽ ലോണിന്റെ നിശ്ചിത ശതമാനം മാറ്റിവെച്ചിട്ടുണ്ട്. ഇവിടെ RRBയുടെ കേസാണ് പറഞ്ഞിട്ടുള്ളത്. റീജിയണൽ റൂറൽ ബാങ്കുകൾ പ്രയോറിറ്റി സെക്ടറിലുള്ള ആൾക്കാർക്ക് വേണ്ടി അവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റിന്റെ എത്ര ശതമാനമാണ് മാറ്റിവെക്കുന്നതെന്ന് ചോദിച്ചാൽ ടോട്ടൽ ഡെപ്പോസിറ്റിന്റെ 75 ANBC ഓർ COBSC. ഓക്കെ, ഈ പറയുന്ന അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റ് എന്നാണ് ANBCയുടെ പൂർണ്ണരൂപം. അതിന്റെ 75% RRB ആർക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്? പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിന് വേണ്ടി മാറ്റിവെക്കുന്നത്. പഠിച്ചു വെച്ചാണ് 75% ആണ്. നോക്കാം ടോട്ടൽ പ്രയോറിറ്റി സെക്ടർ ടാർജറ്റുകൾ ഓരോന്നും നോക്കണം. ഡൊമസ്റ്റിക് ബാങ്കുകൾ, ഡൊമസ്റ്റിക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അവരുടെ ഈ പറയുന്ന ടോട്ടൽ ഡെപ്പോസിറ്റിന്റെ എത്ര ശതമാനമാണ് പ്രയോറിറ്റി സെക്ടർ ടാർജറ്റ് ആയിട്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ 40%. ANBCയുടെ 40% ആണ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിന് വേണ്ടി മാറ്റിവെക്കുന്നത്. RRB എത്രയാണ് നമ്മൾ പറഞ്ഞു? 75 ആണ്. എന്നാൽ SFB അല്ലെ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ ടോട്ടൽ ഡെപ്പോസിറ്റിന്റെ 60% പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിനായിട്ട് മാറ്റിവെക്കുന്നതെന്ന് ഓർത്തു വെക്കുക. ഫോറിൻ ബാങ്ക് വിത്ത് ലെസ് ദാൻ 20 ബ്രാഞ്ചസ് അല്ലെ, ഈ പറയുന്ന ഫോറിൻ ബാങ്ക് വിത്ത് ലെസ് ദാൻ 20 ബ്രാഞ്ചസും അതുപോലെ തന്നെ 40% ANBC ഔട്ട് ഓഫ് വിച്ച് ഓഫ് 32 ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് എക്സ്പോർട്ട് ക്രെഡിറ്റ് ആൻഡ് നോട്ട് ലെസ് ദാൻ 80% ക്യാൻ ബി എനി അതർ പ്രയോറിറ്റി സെക്ടർ. നമ്മൾ പറഞ്ഞു 20 ബ്രാഞ്ചോ അതിനപ്പുറം മുകളിലുള്ള ഫോറിൻ ബാങ്കുകളാണെങ്കിൽ അവരുടെ ടോട്ടൽ പ്രയോറിറ്റി സെക്ടർ ടാർജറ്റ് എന്ന് പറയുന്നത് 40%. എന്നാൽ ഫോറിൻ ബാങ്ക് അവരുടെ ബ്രാഞ്ചുകൾ 20 ബ്രാഞ്ചിൽ താഴെയാണെങ്കിൽ അവരുടെ ടോട്ടൽ എന്ന് പറയുന്നത് 40ന്റെ എങ്ങനെ 32% എക്സ്പോർട്ട് ക്രെഡിറ്റിന് മാറ്റിവെക്കും. ബാലൻസ് വരുന്ന 8% ബാക്കി കാറ്റഗറിയിലുള്ള പ്രയോറിറ്റി സെക്ടറിന് വേണ്ടി മാറ്റിവെക്കുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോണം, ഈ പറയുന്ന ഫോറിൻ ബാങ്ക് വിത്ത് 20 ബ്രാഞ്ചസ് ആൻഡ് എബോ, 20 ബ്രാഞ്ചോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ബ്രാഞ്ചുകളുള്ള ഫോറിൻ ബാങ്കിന്റെ കേസിലും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കേസിലും ടോട്ടൽ പ്രയോറിറ്റി സെക്ടർ ടാർജറ്റ് എന്ന് പറയുന്നത് ANBCയുടെ 40%. എന്നാൽ ഫോറിൻ ബാങ്ക് വിത്ത് ലെസ് ദാൻ 20 ബ്രാഞ്ചസ്, 20 ബ്രാഞ്ചിൽ താഴെയുള്ള ഫോറിൻ ബാങ്കുകളുടെ കേസ് ആണെങ്കിൽ 40% ANBC 40% ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ 32% അതർ ക്രെഡിറ്റ് അല്ലെ, എക്സ്പോർട്ട് ക്രെഡിറ്റിന് വേണ്ടിയും 8% അതർ കാറ്റഗറിയിലുള്ള പ്രയോറിറ്റി സെക്ടറിനുമാണ് മാറ്റിവെക്കുന്നത്. RRBയുടെ കേസാണ് നമ്മൾ ചോദിച്ചത്. 75% ANBCയുടെ 75% മാറ്റിവെക്കുന്നത്. സ്മോൾ ഫിനാൻസ് ബാങ്കുകളാണെങ്കിൽ 60%. ഓക്കെ, അടുത്ത പ്രയോറിറ്റി സെക്ടർ അഗ്രികൾച്ചർ ഒരു പ്രയോറിറ്റി സെക്ടറിൽ ഉൾപ്പെടുന്നതാണ്. അഗ്രികൾച്ചറിന് വേണ്ടി ഡൊമസ്റ്റിക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, ഫോറിൻ ബാങ്ക് വിത്ത് ലെസ് ദാൻ 20 ബ്രാഞ്ചസ് ആൻഡ് എബോ, RRB, SFB എല്ലാവരും ഒരുപോലെ മാറ്റിവെക്കുന്നത് എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ 18%. ഓക്കെ ആണല്ലോ. ANBCയുടെ 18% ഈ പറയുന്ന അഗ്രികൾച്ചർ പ്രയോറിറ്റി സെക്ടറിന് വേണ്ടി മാറ്റിവെക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ 10% സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സിന് വേണ്ടി മാറ്റിവെക്കുന്നത്. 18% അഗ്രികൾച്ചറിന് മാറ്റിവെക്കുന്നുണ്ട്. ബാലൻസ് വരുന്ന 10% സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സിന് വേണ്ടി ആര് മാറ്റിവെക്കുന്നുണ്ട്? ഈ പറയുന്ന ഡൊമസ്റ്റിക് കൊമേഴ്ഷ്യൽ ബാങ്കുകളും RRBയും അതുപോലെ തന്നെ ഫോറിൻ ബാങ്കും വിത്ത് 20 ബ്രാഞ്ചസ് എബോയൊക്കെ മാറ്റിവെക്കുന്നുണ്ട്. ഓർത്തു വെക്കും. അതുപോലെ തന്നെ പ്രയോറിറ്റി സെക്ടറിനകത്ത് വരുന്ന മൈക്രോ എന്റർപ്രൈസ് ആണെങ്കിൽ അവർ ഡൊമസ്റ്റിക് കൊമേഴ്ഷ്യൽ ബാങ്കുകളും ഫോറിൻ ബാങ്ക് വിത്ത് 20 ബ്രാഞ്ചസ് ആൻഡ് എബോവും RRB, SFB ഒക്കെ മൈക്രോ എന്റർപ്രൈസിന് വേണ്ടി മാറ്റിവെക്കേണ്ടത് 7.5%. ഓക്കെ ആണല്ലോ. മൈക്രോ എന്റർപ്രൈസിന് വേണ്ടി അവരുടെ ടോട്ടൽ ANBCയുടെ എത്ര ശതമാനമാണ് മൈക്രോ എന്റർപ്രൈസിന് മാറ്റിവെക്കുന്നത്? 7.5%. ചോദിച്ചാണേ. അതുപോലെ തന്നെ വീക്കർ സെക്ഷന് വേണ്ടി മാറ്റിവെക്കുന്നത് എത്രയാണ്? SFB ഉൾപ്പെടെയുള്ള ബാങ്കുകളാണെങ്കിൽ 12%. വീക്കർ സെക്ഷന് വേണ്ടി RRB മാറ്റിവെക്കുന്നത് 15%. ഓർത്തു വെച്ചോണം, SFB ഉൾപ്പെടെയുള്ള ഡൊമസ്റ്റിക് കൊമേഴ്ഷ്യൽ ബാങ്കുകളും ഫോറിൻ ബാങ്ക് വിത്ത് 20 ബ്രാഞ്ചസ് എബോയും ഒക്കെ മാറ്റിവെക്കുന്നത് വീക്കർ സെക്ഷന് വേണ്ടി 12%. RRB അഥവാ റീജിയണൽ റൂറൽ ബാങ്കിന് വേണ്ടി മാറ്റിവെക്കുന്നത് 15%. ഈ ശതമാന റേറ്റുകളാണ് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓർത്തു വെക്കുക. ദ പ്രയോറിറ്റി സെക്ടർ ലെൻഡിംഗ് ടാർഗറ്റ്സ് ഫോർ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ ചില മാറ്റങ്ങളുണ്ട്. ടോട്ടൽ പ്രയോറിറ്റി സെക്ടർ ടാർഗറ്റ് ഫോർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്,
അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ടോട്ടൽ പ്രയോറിറ്റി സെക്ടർ ടാർഗറ്റ് എന്ന് പറയുന്നത് ANBCയുടെ 60%. മൈക്രോ എന്റർപ്രൈസ് ആണെങ്കിൽ അവരുടെ ANBCയുടെ 7.5% മൈക്രോ എന്റർപ്രൈസിന് മാറ്റിവെക്കേണ്ടത്. അഡ്വാൻസ്ഡ് വീക്കർ സെക്ഷൻ ആണെങ്കിൽ 12% അവർ പ്രയോറിറ്റി സെക്ടേഴ്സിനായിട്ട് മാറ്റിവെക്കുന്നത്. ഓക്കെ, അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കേസാണ് അവിടെ പറയുന്നത്. 60%, 7%, 12% ഒക്കെ ഓർത്തു വെക്കുക. അടുത്ത, വിത്ത് റെഫറൻസ് ടു വൺ ടൈം പാസ്വേഡ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് റോങ്. താഴെ പറയുന്നവയിൽ വൺ ടൈം പാസ്വേഡ് OTPയുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചത്. റോങ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് റോങ് ആയിട്ടുള്ളത്? OTP, വൺ ടൈം പാസ്വേഡ് അല്ലെ. ഇത് വാലിഡ് ഫോർ വൺ ട്രാൻസാക്ഷൻ അല്ലെ, ഒരു ട്രാൻസാക്ഷന് വേണ്ടി വാലിഡ് ഫോർ സർട്ടൻ സ്പാൻ ഓഫ് ടൈം, ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമാണ് ഈ പറയുന്ന OTP നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. റിസീവിംഗ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദി കസ്റ്റമറിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ പറയുന്ന OTP നമുക്ക് വരുന്നത്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് 6 ഡിജിറ്റ്, 6 ഡിജിറ്റ് വരെ ഉള്ളതാണ് OTP എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 6 ഡിജിറ്റ് ആവണമെന്നൊന്നുമില്ല, 3 ഡിജിറ്റ് 4 ഡിജിറ്റ് ഒക്കെ ഉള്ള OTP ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. OTPയുമായി ബന്ധപ്പെട്ട് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് 6 ഡിജിറ്റ് എന്നാണ്. അടുത്ത, ആൻ IT അറ്റാച്ച്മെന്റ് ഓർഡർ ഈസ് റിസീവ്ഡ് ഫോർ ₹20,000 when the balance in the account is 10,000. Subsequently 50% is credited to the account. Okay, IT അറ്റാച്ച്മെന്റ് ഓർഡർ, IT ഇൻകം ടാക്സ് അറ്റാച്ച്മെന്റ് ഓർഡർ, നമ്മൾ ഗാർണിഷ് ഓർഡറിന്റെ കേസ് പോലെ തന്നെ നമുക്ക് പഠിച്ചു വെക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് അറ്റാച്ച്മെന്റ് ഓർഡർ. അറ്റാച്ച്മെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന ഇൻകം ടാക്സ് അതോറിറ്റിയാണ്. ഒരു അസസി അഥവാ ഇൻകം ടാക്സ് അടയ്ക്കാൻ ചുമതലപ്പെട്ട ഒരു വ്യക്തി ഇൻകം ടാക്സ് അടയ്ക്കുന്നില്ല എങ്കിൽ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ആ പറയുന്ന ടാക്സ് എമൗണ്ടുകൾ പിടിച്ചെടുത്ത് ഇൻകം ടാക്സിലേക്ക് അടയ്ക്കപ്പെടുന്ന ആ ഒരു ഓർഡറാണ് അറ്റാച്ച്മെന്റ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അറ്റാച്ച്മെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന ഇൻകം ടാക്സ് അതോറിറ്റിയാണ്. ഓർത്തു വെച്ചാൽ അറ്റാച്ച്മെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? ഇൻകം ടാക്സ് അതോറിറ്റിയാണ്. ഇപ്പം ഒരാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 20,000 രൂപയുടെ അറ്റാച്ച്മെന്റ് ഓർഡർ വന്നിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത്, ആ ഓർഡർ വന്ന സമയത്ത് അയാളുടെ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് 10,000 രൂപയുള്ളായിരുന്നു. ഓക്കെ, അറ്റാച്ച്മെന്റ് ഓർഡർ വന്ന സമയത്ത് അയാളുടെ ബാലൻസ് 10,000 രൂപ. എന്നാൽ അറ്റാച്ച്മെന്റ് ഓർഡർ ആയിട്ട് വന്നത് 20,000 രൂപ. പിന്നീട് അറ്റാച്ച്മെന്റ് ഓർഡറൊക്കെ വന്നതിന് ശേഷം അയാളുടെ അക്കൗണ്ടിലോട്ട് ഒരു 15,000 രൂപ കൂടി വന്നു. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ₹20% ടു ബി അറ്റാച്ച്ഡ് ഇൻക്ലൂഡിംഗ് ദ സബ്സീക്വന്റ് ക്രെഡിറ്റ്. അതാണ് ആൻസർ. ഓക്കെ ആണല്ലോ, ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. അറ്റാച്ച്മെന്റ് ഓർഡറും ഗാർണിഷ് ഓർഡറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇത്രയാണ്. ഗാർണിഷ് ഓർഡർ ആണെങ്കിൽ അവിടെ സബ്സീക്വന്റ് ഡെപ്പോസിറ്റുകൾ ബാധകമല്ല. എന്ന് വെച്ചാൽ ഗാർണിഷ് ഓർഡർ വരുന്ന സമയത്ത് എത്ര രൂപയാണോ അവിടെ ബാലൻസ് ഉള്ളത് ആ എമൗണ്ട് മാത്രമേ അവിടെ എടുക്കത്തുള്ളൂ. പിന്നീട് വന്നു കയറുന്ന ക്രെഡിറ്റ് എമൗണ്ടുകൾ, പിന്നീട് വരുന്ന അഥവാ സബ്സിക്വന്റ് ആയിട്ട് വരുന്ന പിന്നെ ഡെപ്പോസിറ്റുകളൊന്നും അവിടെ ഈ പറയുന്ന ഗാർണിഷ് ഓർഡറിന്റെ പരിധിയിൽ വരുന്നില്ല. എന്നാൽ അറ്റാച്ച്മെന്റ് ഓർഡർ ഒരാളുടെ അക്കൗണ്ടിൽ വന്നു കിടന്നാൽ ഇൻകം ടാക്സിലേക്ക് കൊടുക്കേണ്ട എമൗണ്ട് ആണ്. അത്രയും എമൗണ്ട് പിടിച്ചെടുക്കുന്നിടം വരെ ആ അക്കൗണ്ടിൽ ആ ഒരു അറ്റാച്ച്മെന്റ് ഓർഡർ തുടരുക തന്നെ ചെയ്യും. പിന്നീട് വരുന്ന സബ്സീക്വന്റ് ഡെപ്പോസിറ്റ് എത്രയോ ആയിക്കോട്ടെ, അതിൽ നിന്നുകൂടി ഈ പറയുന്ന ആ ഒരു ഒറ്റ ഓർഡറിൽ നിന്ന് തന്നെ ആ ഒരു എമൗണ്ട് ഡിഡക്റ്റ് ചെയ്ത് എടുക്കുന്നതാണ്. കാരണം 20,000 രൂപയുടെ അറ്റാച്ച്മെന്റ് ഓർഡർ ആണ് അവിടെ വന്ന് കിടക്കുന്നത്. 10,000 രൂപ അയാളുടെ അക്കൗണ്ട് ബാലൻസ് ഉള്ളു. പിന്നീട് ഒരു 15,000 കൂടെ വന്നപ്പോഴത്തേക്ക് അവർക്ക് അറ്റാച്ച്മെന്റ് ഓർഡർ പിടിക്കാനുള്ള തുക കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് സബ്സീക്വന്റ് ഡെപ്പോസിറ്റുകളും അവിടെ അറ്റാച്ച്മെന്റ് ഓർഡറിന്റെ കേസിൽ ബാധകമാണ്. നോക്കട്ടെ, അറ്റാച്ച്മെന്റ് ഓർഡർ ഇൻകം ടാക്സ് അതോറിറ്റിയാണ് അറ്റാച്ച്മെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻകം ടാക്സ് അതോറിറ്റിയാണ് അറ്റാച്ച്മെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. സെക്ഷൻ 226(3) ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 226(3) പ്രകാരമാണ് അറ്റാച്ച്മെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. ഡെപ്പോസിറ്റ്, ഈ പറയുന്ന അറ്റാച്ച്മെന്റ് ഓർഡർ ആർക്കെതിരെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അസസ്സിക്കെതിരെയാണ്. അസസ്സി എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇൻകം ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തിയാണ് നമ്മൾ അസസ്സി എന്ന് പറയുന്നത്. ഓൺ റെസിപ്റ്റ് ഓഫ് ദിസ് ഓർഡർ, ഈ പറയുന്ന ഓർഡർ ഇഷ്യൂ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ബാങ്കർ ഈസ് റിക്വയർഡ് ടു റെമിറ്റ് ദ ഡിസൈഡ് എമൗണ്ട് ടു ഇൻകം ടാക്സ് അതോറിറ്റി. ബാങ്കിലേക്കാണ് ഈ പറയുന്ന ഇൻകം ടാക്സ് അറ്റാച്ച്മെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. കാരണം അസസ്സിയുടെ അക്കൗണ്ട് എവിടെയാണ്, ഏത് ബാങ്കിലാണ് ഉള്ളത്, ആ ബാങ്കിലേക്കാണ് അറ്റാച്ച്മെന്റ് ഓർഡർ ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഓർഡർ വന്നു കഴിഞ്ഞാൽ അതൊരു ഇൻകം ടാക്സിൽ നിന്നുള്ള അറ്റാച്ച്മെന്റ് ഓർഡറാണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് ഈ പറയുന്ന എമൗണ്ട് പിടിച്ചെടുത്ത്
ഇൻകം ടാക്സിലേക്ക് അടയ്ക്കേണ്ട ചുമതല ആർക്കാണെന്ന് ചോദിച്ചാൽ ബാങ്കിനാണ്. ബാങ്കിന്റെ ഒരു ഒബ്ലിഗേഷനാണ് അറ്റാച്ച്മെന്റ് ഓർഡർ എന്ന് പറയുന്നത്. ആൻഡ് അറ്റാച്ച്മെന്റ് ഓർഡർ വിത്തൗട്ട് മെൻഷനിങ് ദ എമൗണ്ട് ഈസ് നോട്ട് വാലിഡ് ഓർഡർ. വളരെ പ്രധാനപ്പെട്ടാണ്. അറ്റാച്ച്മെന്റ് ഓർഡറിൽ നിർബന്ധമായിട്ട് എത്ര രൂപയാണ് അവിടെ നിന്ന് പിൻവലിക്കേണ്ടത്, പിടിച്ചെടുത്ത് ഈ പറയുന്ന ഇൻകം ടാക്സിലേക്ക് അടയ്ക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, അങ്ങനെ രേഖപ്പെടുത്തുന്നില്ല എങ്കിൽ, ഒരു എമൗണ്ട് അവിടെ പറയുന്നില്ല എങ്കിൽ ആ പറയുന്ന അറ്റാച്ച്മെന്റ് ഓർഡർ വാലിഡ് അല്ല, വാലിഡ് ആയിരിക്കത്തില്ല. അടുത്ത, അറ്റാച്ച്മെന്റ് ഓർഡർ അപ്ലൈസ് ടു മണി ഡെപ്പോസിറ്റ് ഇൻ ദ അക്കൗണ്ട് ആഫ്റ്റർ റിസീപ്റ്റ് ഓഫ് ഓർഡർ ആൾസോ ടിൽ ദ ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഒരാളുടെ അക്കൗണ്ടിലോട്ട് അറ്റാച്ച്മെന്റ് ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സബ്സിക്വന്റ് ഡെപ്പോസിറ്റ് അറ്റാച്ച്മെന്റ് ഓർഡർ ഈ പറയുന്ന അറ്റാച്ച്മെന്റ് ഓർഡറിൽ എത്ര രൂപയാണോ പറയുന്നത് അത്രയും രൂപ പിൻവലിക്കുന്നത്, പിടിച്ചെടുക്കുന്നിടം വരെ ആ ഒരു അറ്റാച്ച്മെന്റ് ഓർഡർ ആ അക്കൗണ്ടിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. An attachment order is a single name applies to joint account, also proportionality unless the contrary is proved. ഇപ്പം ഒരു ജോയിന്റ് അക്കൗണ്ട് ആണ് ഒരു വ്യക്തിക്ക് ഒരു ബാങ്കിലുള്ളത്. ജോയിന്റ് അക്കൗണ്ട് ആണ്. ആ അക്കൗണ്ടിൽ ഒരു ഇൻഡിവിജ്വലിന്റെ പേരിലാണ്, ആ ഒരു വ്യക്തിയുടെ പേരിലാണ് അറ്റാച്ച്മെന്റ് ഓർഡർ വന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് എത്ര രൂപയാണോ ആ ഒരു ജോയിന്റ് അക്കൗണ്ടിലുള്ളത് പ്രപ്പോർഷനായിട്ട്, ഈക്വലായിട്ട്, രണ്ടുപേർക്കും ഒരു ഈക്വലായിട്ട് അവിടെ ഡിവിഷൻ സംഭവിക്കും. ആ എമൗണ്ടിൽ നിന്ന് വേണം അറ്റാച്ച്മെന്റ് ഓർഡർ ആ ഒരു എമൗണ്ട് പിടിച്ചെടുത്ത് ഇൻകം ടാക്സിന് ബാങ്ക് കൊടുക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ എ ആൻഡ് ബി രണ്ടു പേർക്കാണ് ഒരു അക്കൗണ്ട് ഉള്ളത്. രണ്ടുപേരൂടെ ചേർന്നാണ് ഒരു ജോയിന്റ് അക്കൗണ്ട് ഒരു ബാങ്കിൽ എടുത്തിട്ടുള്ളത്. എയുടെ പേരിലാണ് അറ്റാച്ച്മെന്റ് ഓർഡർ വന്നിട്ടുള്ളത്. ബി അവിടെ സേഫ് ആണ്, ബിക്ക് അവിടെ അറ്റാച്ച്മെന്റ് ഓർഡർ വന്നിട്ടില്ല. പക്ഷേ അവിടെ അക്കൗണ്ട് ഉള്ളത് രണ്ടുപേർക്കും കൂടെ ചേർന്നാണ്, എ ബിക്ക് കൂടെ ചേർന്നാണ് അവിടെ ഒരു ജോയിന്റ് അക്കൗണ്ട് ഉള്ളത്. എയ്ക്കാണ് അറ്റാച്ച്മെന്റ് ഓർഡർ വന്നത്. ഓക്കെ, അപ്പൊ എയ്ക്ക് എത്ര രൂപയാണോ അവിടെ ഈ പറയുന്ന ജോയിന്റ് അക്കൗണ്ടിന് അവകാശമുള്ളത് ആ എമൗണ്ടിൽ നിന്നും അറ്റാച്ച്മെന്റ് ഓർഡർ പിടിച്ചെടുക്കാനുള്ള അധികാരം അറ്റാച്ച്മെന്റ് ഓർഡറിനുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ബി അവിടെ വാദിക്കണം. ബി എന്ത് വാദിക്കണം? ഈ പറയുന്ന ജോയിന്റ് അക്കൗണ്ടിൽ കിടക്കുന്ന മുഴുവൻ എമൗണ്ട് എന്റേതാണ്, എന്റേത് മാത്രമാണ്, എയ്ക്ക് അവിടെ യാതൊരു വിധത്തിലുള്ള അവകാശവും ഇല്ല എന്ന് ബി തെളിയിക്കുകയാണെങ്കിൽ ആ ഒരു അറ്റാച്ച്മെന്റ് ഓർഡർ അവിടെ ബാധകമല്ല. ഓക്കെ, when both the garnish order and attachment order are received simultaneously, priority should be given to attachment order. Garnish order, attachment order. Garnish order issue ചെയ്യുന്ന ആരാ? കോർട്ട് അല്ലെ, സിവിൽ കോർട്ടാണ് ഗാർണിഷ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. അറ്റാച്ച്മെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന ആരാ? ഇൻകം ടാക്സ് അതോറിറ്റി. അപ്പൊ ഇങ്ങനെ ഈ രണ്ട് എമൗണ്ടുകൾ വന്നു കഴിഞ്ഞാൽ, ഈ രണ്ട് ഓർഡർ ഒരാളുടെ അക്കൗണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഏതിനായി ഒരേ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഏതിന് പ്രാധാന്യം കൊടുക്കണമെന്ന് ചോദിച്ചാൽ അറ്റാച്ച്മെന്റ് ഓർഡറിലായിരിക്കണം പ്രാധാന്യം കൊടുക്കണം. ഓക്കെ ആണല്ലോ? ഗാർണിഷ് ഓർഡറും അറ്റാച്ച്മെന്റ് ഓർഡർ ഒരേ സമയത്ത് ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ് ഓർഡറിലായിരിക്കണം മുൻതൂക്കം. കാരണം ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടതാണ് അറ്റാച്ച്മെന്റ് ഓർഡർ. ഓക്കെ, attachment order is not applicable for account in the name of firm, trust, companies, that is account in fiduciary capacity. ഒരു ഫിഡ്യൂസറി കപ്പാസിറ്റിയിലുള്ള അക്കൗണ്ട് ആണെങ്കിൽ ആ ഒരു അക്കൗണ്ടിൽ അറ്റാച്ച്മെന്റ് ഓർഡർ ബാധകമല്ല. ഓർത്തു വെച്ചോണം, അറ്റാച്ച്മെന്റ് ഓർഡർ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് ഫേംസിന്റെ പേരിൽ, ട്രസ്റ്റിന്റെ പേരിൽ, കമ്പനിയുടെ പേരിൽ ആണ് ഒരു അക്കൗണ്ട് ഉള്ളതെങ്കിൽ ആ അക്കൗണ്ടിൽ അറ്റാച്ച്മെന്റ് ഓർഡർ ബാധകമല്ല. ഓക്കെ, അടുത്തത്, where a guardian is appointed by court, the minor attains the majority on completion of dash year of age. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇത് കാര്യം തന്നെയാണ്. ഒരു കോടതി ഇടപെട്ടാണ് ഒരു മൈനർക്ക് ഗാർഡിയനെ അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ ആ മൈനർ മേജർ ആവാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് എത്രയാണ്? 18 വയസ്സാണ്. ഓക്കെ, 18 വയസ്സ്. where a guardian is appointed by court, the minor attains the majority on completion of 18 years ആണ്. Person to whom the power of attorney is given is called dash and whom given is called dash. പവർ ഓഫ് അറ്റോർണിയുടെ കേസിൽ പവർ ഓഫ് അറ്റോർണിയുടെ കേസിൽ രണ്ട് പാർട്ടീസ് ആണുള്ളത്. പവർ ഓഫ് അറ്റോർണി ഒരു വ്യക്തിക്ക് അധികാരം കൊടുക്കുവാണ്. ആ വ്യക്തിയാണ് പിന്നെ അയാൾക്ക് പകരമായിട്ട് ആക്ട് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പവർ ഓഫ് അറ്റോർണി കൊടുക്കുന്നത്. ഈ ഒരു കേസിൽ പവർ ഓഫ് അറ്റോർണി കൊടുക്കുന്നത് ആരാണോ ആ കൊടുക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേര് ഡോണർ എന്നാണ്. ഓർത്തു വെച്ചോണം, കൊടുക്കുന്ന വ്യക്തി, ഹു ഗീവ്സ് ദ പവർ ഓഫ് അറ്റോർണി ഈസ് കാൾഡ് ഡോണർ. അതുപോലെ തന്നെ പവർ ഓഫ് അറ്റോർണി ആർക്കാണോ കിട്ടുന്നത്, പേഴ്സൺ ടു ഹൂം ദ പവർ ഓഫ് അറ്റോർണി ഈസ് ഗിവൺ, ആർക്കാണോ ഈ പവർ ഓഫ് അറ്റോർണി നമ്മൾ കൊടുക്കുന്നത് ആ വ്യക്തിയെ വിളിക്കുന്ന പേര് ഡോണി എന്നാണ്. അപ്പോൾ പവർ ഓഫ് അറ്റോർണിയുടെ കേസിൽ അവിടെ റിലേഷൻഷിപ്പ് വരുന്നത് ഡോണി ഡോണർ റിലേഷൻഷിപ്പ്. പവർ ഓഫ് അറ്റോർണി കൊടുക്കുന്ന വ്യക്തി ഡോണർ, പവർ ഓഫ് അറ്റോർണി സ്വീകരിക്കുന്ന വ്യക്തി ഡോണിയാണ്. അടുത്ത പവർ ഓഫ് അറ്റോർണി.
A power of attorney is a document duly stamped as stamped act given by the court to banker authorizing his attorney and an agent named there to operate the account. The banker should ensure that the document വളരെ പ്രധാനപ്പെട്ടാണ്. ഒരാളുടെ ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി മറ്റൊരാൾക്ക് നമ്മൾ അധികാരം കൊടുക്കുക. നമ്മുടെ ഒരു അധികാരം മറ്റൊരാൾക്ക് നമ്മൾ നിയമം മൂലം കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത്. നിയമത്തിലൂടെ നമ്മൾ ഒരു അധികാരം മറ്റൊരാൾക്ക് കൊടുക്കുക, അവിടെ രജിസ്റ്റർ ചെയ്യണം അല്ലേ. അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ് രജിസ്ട്രേഷൻ. അതുപോലെ തന്നെ സ്റ്റാമ്പ് ആക്ട് പ്രകാരം സ്റ്റാമ്പ് ചെയ്തിരിക്കുകയും വേണം. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി, ഇറ്റ്സ് പ്രോപ്പർലി സ്റ്റാമ്പ്ഡ് ആൻഡ് നോട്ടറൈസ്ഡ്. വളരെ പ്രധാനപ്പെട്ടതാണ്, അത് സ്റ്റാമ്പ് ചെയ്തിരിക്കണം, നോട്ടറൈസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ പവർ ഓഫ് അറ്റോർണിയുടെ കേസ് റിലേഷൻഷിപ്പ് രണ്ടെണ്ണം നമുക്ക് പറയാം, ഡോണർ ഡോണി, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഏജന്റ് അല്ലെ. പ്രിൻസിപ്പൽ ഏജന്റ് എന്ന് വെച്ചാൽ ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ഒരു കാര്യം ചെയ്യാനായിട്ട് അധികാരം കൊടുക്കുക അല്ലെ, ഏജന്റായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ പ്രിൻസിപ്പൽ ഏജന്റ്, പവർ ഓഫ് അറ്റോർണിയുടെ കേസിൽ പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പും പറയാം, അതുപോലെ തന്നെ ഡോണർ ഡോണി റിലേഷൻഷിപ്പും പറയാം. അടുത്ത, ബാങ്ക്സ് ക്ലാസിഫൈ NPA അക്കൗണ്ട്. ബാങ്ക് NPA അക്കൗണ്ടുകളെ എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ടോട്ടൽ അസറ്റ് ക്ലാസിഫിക്കേഷൻ അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, NPA ക്ലാസിഫിക്കേഷൻ എത്രയായിട്ടാണ്. NPA നോൺ പെർഫോമിംഗ് അസറ്റുകൾ എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 3 കാറ്റഗറിയാണ്. ഓക്കെ ആണല്ലോ. NPA അക്കൗണ്ടുകൾ എത്ര കാറ്റഗറി ഉണ്ടെന്ന് ചോദിച്ചാൽ 3 കാറ്റഗറിയാണ്. ഏതൊക്കെയാണ്? സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്. ഓർത്ത് വെച്ചോണം, NPA അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്. അങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ, 3 കാറ്റഗറീസ് ആണ് എന്തുള്ളത്? NPA അക്കൗണ്ടുകൾ ഉള്ളത്. നമുക്ക് നോക്കാം എന്താണ്. ബാങ്ക് ഷുഡ് ക്ലാസിഫൈ ദ അസറ്റ് ഇൻ ടു ദ ഫോളോയിങ് ബ്രോഡ് ഗ്രൂപ്പ്സ്. ബാങ്കിന്റെ അസറ്റ് അല്ലെ, ബാങ്കിന്റെ അസറ്റ് എന്ന് വെച്ചാൽ ബാങ്കിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന എല്ലാം ബാങ്കിനെ സംബന്ധിച്ച അസറ്റ് ആണ്. ഓക്കെ, അങ്ങനെ ബാങ്കിന്റെ അസറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. ബാങ്കിന്റെ ടോട്ടൽ അല്ലെ, ബാങ്കിന്റെ അസറ്റ് 4 തരം. എന്നാൽ NPA എത്ര എണ്ണം? 3 എണ്ണം. നോൺ പെർഫോമിംഗ് അസറ്റുകൾ 3 ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. എന്നാൽ ബാങ്കിന്റെ അസറ്റുകളുടെ മൊത്തം ക്ലാസിഫിക്കേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ 4 എണ്ണമാണ്. ഏതൊക്കെയാണ്? സ്റ്റാൻഡേർഡ് അസറ്റ്, സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്. ഓക്കെ ആണല്ലോ. ഈ പറയുന്ന ബാങ്കിന്റെ അസറ്റുകൾ 4 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് അസറ്റ്, സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്. സ്റ്റാൻഡേർഡ് അസറ്റിന്റെ മറ്റൊരു പേരാണ് പെർഫോമിംഗ് അസറ്റ്. പഠിച്ചു വെച്ചോണം, സ്റ്റാൻഡേർഡ് അസറ്റിന്റെ മറ്റൊരു പേരാണ് പെർഫോമിംഗ് അസറ്റ്. എന്ന് വെച്ചാൽ ബാങ്കിന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന അസറ്റുകൾ. എന്ന് വെച്ചാൽ ബാങ്കിനെ സംബന്ധിച്ച് ബാങ്കിന്റെ വരുമാന സ്രോതസ് എന്ന് പറഞ്ഞാൽ ലോണാണ്. ആ ലോൺ കൊടുത്തു കഴിഞ്ഞ് കൃത്യമായിട്ട് തിരിച്ചടവ് വരുന്നുണ്ട്, കൃത്യമായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അസറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റാൻഡേർഡ് അസറ്റ് എന്നാണ്. അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് സ്റ്റാൻഡേർഡ് അസറ്റിന് മറ്റൊരു പേരാണ് പെർഫോമിംഗ് അസറ്റ്. എന്നാൽ ഈ പറയുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ ലോൺ അടവ് തിരിച്ചടവ് മുടങ്ങുന്ന കേസിൽ, അഥവാ ബാങ്കിലേക്ക് വേണ്ട രീതിയിൽ വരുമാനം ജനറേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെയെല്ലാം നമ്മൾ വിളിക്കുന്ന പേര് NPA എന്നാണ്, നോൺ പെർഫോമിംഗ് അസറ്റ് എന്നാണ്. ഓക്കെ, ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു തിരിച്ചടവ് മുടങ്ങുന്നുണ്ടെങ്കിൽ അതിനെ NPA കാറ്റഗറിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അവിടെ NPA ആയിട്ട് നമ്മൾ പറയുന്ന 3 എണ്ണമാണ്. NPA നോൺ പെർഫോമിംഗ് അസറ്റുകൾ 3 എണ്ണമാണ്, സബ്സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ, ലോസ്. ഓക്കെ, അപ്പൊ NPA ക്ലാസിഫിക്കേഷൻ 3 എണ്ണം, എന്നാൽ ബാങ്കിന്റെ അസറ്റുകൾ ടോട്ടൽ 4 എണ്ണം. NPA അക്കൗണ്ട് 3 ക്ലാസിഫിക്കേഷൻ ആണ്, സബ്സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ ആൻഡ് ലോസ്. 3 എണ്ണം ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. സ്റ്റാൻഡേർഡ് അസറ്റ് അല്ലെ, സ്റ്റാൻഡേർഡ് അസറ്റ് ഈ സർവൈസ് കാർഡ് നമ്മൾ പറഞ്ഞു. സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പെർഫോമിംഗ് അസറ്റ് ആണ്. ബാങ്കിലേക്ക് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്ന അസറ്റുകളാണ് സ്റ്റാൻഡേർഡ് അസറ്റ്. സ്റ്റാൻഡേർഡ് അസറ്റ് ഈസ് വൺ വിച്ച് ഡസ് നോട്ട് ഡിസ്ക്ലോസ് എനി പ്രോബ്ലം ആൻഡ് വിച്ച് ഡസ് നോട്ട് ക്യാരി മോർ ദാൻ നോർമൽ റിസ്ക് അറ്റാച്ച് ടു ദ ബിസിനസ്. ബാങ്കിനെ സംബന്ധിച്ച് യാതൊരുവിധ റിസ്ക്കും ഇല്ലാതെ കിടക്കുന്ന, ബാങ്കിലേക്ക് കൃത്യമായിട്ട് തിരിച്ചടവുകൾ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അസറ്റുകളെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് അസറ്റ്. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് അസറ്റിന് മറ്റൊരു പേരാണ് പെർഫോമിംഗ് അസറ്റ്. ഓക്കെ, ഇനി ഈ പറയുന്ന അസറ്റുകൾ എപ്പോഴാണ് NPA ആവുന്നത്? ഓക്കെ, ഇപ്പോൾ ഒരു തീയതി പറഞ്ഞിട്ടുണ്ട്, ആ തീയതി കഴിഞ്ഞു പോയാൽ അവിടെ നമുക്ക് എന്തുവാ റിസ്ക് തുടങ്ങും. ഇപ്പോൾ 15-ാം തീയതി കറക്റ്റായിട്ട് നമുക്ക് തിരിച്ചടവ് വരേണ്ടതായിരുന്നു, 15-ാം തീയതി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കേണ്ടതായിരുന്നു. എന്നാൽ 15-ാം തീയതി അടച്ചില്ല, 16-ാം തീയതി, 17-ാം തീയതി, 18-ാം തീയതി അങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ അവിടെ ബാങ്കിനെ സംബന്ധിച്ച് റിസ്ക് ആണ് അല്ലേ, അത് NPA ആവുമോ എന്നുള്ള സംശയമാണ്. NPA എന്ന് വെച്ചാൽ 90 ദിവസത്തിനധികമായിട്ടും
യാതൊരു വിധത്തിലുള്ള തിരിച്ചടവ് വന്നിട്ടില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ NPA കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. 90 ദിവസം. NPA ആവുന്നതിന് മുന്നോടിയായിട്ട് ബാങ്കിനെ സംബന്ധിച്ച് അവരൊരു ഇത് കൊടുക്കുന്നുണ്ട്, ഒരു കാറ്റഗറി നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. മുൻകൂറായിട്ട് ഒരു മുന്നറിയിപ്പ് പോലെ ബാങ്കിനെ സംബന്ധിച്ച് ആ ഒരു അക്കൗണ്ടുകൾ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യാൻ നോക്കണം എന്നുള്ള രീതിയിൽ അതിനെ പറയുന്ന പേരാണ് SMA കാറ്റഗറി. ഓക്കെ ആണല്ലേ? SMA. NPA ആവുന്നതിന് മുന്നോടിയായിട്ട്, NPA ആവുന്നതിന് മുന്നേ ഉണ്ടാവുന്ന കേസാണ് SMA ക്ലാസിഫിക്കേഷൻ. SMA എന്ന് വെച്ചാൽ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്. പുറത്തു വെച്ചോണേ, SMA പൂർണ്ണ രൂപമാണ് സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്. SMA 0 ഉണ്ട്, SMA 1 ഉണ്ട്, SMA 2 ഉണ്ട്. സ്റ്റാൻഡേർഡ് അസറ്റ് ആയി കിടന്നത് NPA ആവുന്നതിന് തൊട്ട് മുമ്പ് എന്താവുന്നു? SMA ആവുന്നു. NPA ആവുന്നതിന് തൊട്ട് മുമ്പ് ആവുന്ന കേസാണ് SMA. SMA 0 എന്ന് വെച്ചാൽ ഒരു ദിവസം തൊട്ട് 30 ദിവസം. ഇപ്പൊ തിരിച്ചടയ്ക്കേണ്ടത് 15-ാം തീയതിയാണ്, അന്ന് അടച്ചില്ല. അങ്ങനെ 1, 2, 3, 4, 30 ദിവസമായിട്ടും തിരിച്ചടവ് വന്നിട്ടില്ല എങ്കിൽ ആ കാറ്റഗറിയിൽ നമ്മൾ പറയുന്ന പേര് SMA 0. സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് 0 ക്ലാസിഫിക്കേഷൻ ആണ്, 1 മുതൽ 30 ഡേയ്സ്. എന്നാൽ SMA 1-നകത്ത് പറയുന്നത് എന്തുവാ? 31 തൊട്ട് 60 ദിവസം. 31 തൊട്ട് 60 ദിവസമായിട്ട് യാതൊരു വിധ തിരിച്ചടവും വന്നിട്ടില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് SMA 1 എന്നാണ്. എന്നാൽ 61 തൊട്ട് 90 ദിവസം, 61 തൊട്ട് 90 ദിവസമായിട്ട് യാതൊരു വിധ തിരിച്ചടവും വന്നിട്ടില്ല എങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേര് SMA 2 എന്നാണ്. പിന്നെ 90 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അതിനെ NPA എന്ന് പറയും, അഥവാ നോൺ പെർഫോമിംഗ് അസറ്റ് ആയി എന്ന് പറയും. ഓക്കെ ആണല്ലോ? അപ്പം സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് വെച്ചാൽ ബാങ്കിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അസറ്റുകളാണ്. പിന്നീട് കൃത്യമായിട്ട് ജനറേറ്റ് ചെയ്യാതെ വരുന്ന കേസിൽ ഒരു മുൻകൂറായിട്ട് നമ്മൾ ആ അക്കൗണ്ടുകളെ, അഥവാ NPA ആവുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ അവരെ പറയുന്ന പേര് SMA എന്നാണ്, സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് എന്നാണ്. SMA 0 1 തൊട്ട് 30 ദിവസമായിട്ട് അടവ് വരാത്തത്. SMA 1 എന്ന് വെച്ചാൽ 31 തൊട്ട് 60 വരെ അടവ് വരാത്തത്. അതുപോലെ SMA 2 എന്ന് വെച്ചാൽ എന്തുവാ? 61 തൊട്ട് 90 ദിവസമായിട്ട് തിരിച്ചടവ് മുടങ്ങി കിടക്കുന്ന അക്കൗണ്ടുകളെ, ലോൺ അക്കൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് SMA 2 എന്ന് പറയുന്നത്. അടുത്ത ലോസ് അസറ്റ്. ലോസ് അസറ്റ് എന്ന് പറഞ്ഞാൽ അൺകളക്റ്റബിൾ. ഒരു കാരണവശാലും ബാങ്കിലേക്ക് യാതൊന്നും തിരിച്ചടവ് വന്നിട്ടില്ല എങ്കിൽ അത്തരത്തിലുള്ള അസറ്റുകളെ വിളിക്കുന്ന പേരാണ് ലോസ് അസറ്റ്. ഓക്കെ ആണല്ലോ? An asset considered as loss asset when it is uncollectible has such little value that is continuous as a bankable asset. ബാങ്കിനെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു എമൗണ്ട് പോലും തിരിച്ചടവ് വന്നിട്ടില്ല എങ്കിൽ ഇനി ഒരിക്കലും അടവ് കിട്ടില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ള അസറ്റുകളെ നമ്മൾ വിളിച്ച പേരാണ് ലോസ് അസറ്റ്. ഓർത്തു വെച്ചോളൂ, ലോസ് അസറ്റ്. അടുത്ത, what is the maximum compensation as an integrated ombudsman scheme award for loss of time, expense and mental anguish under the scheme? ഈ പറയുന്ന ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം RBIOS, ഇപ്പൊ നിലവിലുള്ള ഓംബുഡ്സ്മാൻ സ്കീം ഏതാണെന്ന് വെച്ചാൽ RBIOS ആണ്, റിസർവ് ബാങ്ക് ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം 2021. അത് പ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സമയനഷ്ടം, മാനഹാനി അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ RBIOS വഴി കിട്ടാവുന്ന മാക്സിമം എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ എത്ര രൂപയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ 1 ലക്ഷം രൂപയാണ്. ഓർത്തു വെച്ചോണം, ഈ പറയുന്ന മെന്റൽ അഗണി അഥവാ ഹരാസ്മെന്റ്, ടൈം, എക്സ്പെൻസ്, ലോസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന അവാർഡ് തുക എത്രയാണെന്ന് ചോദിച്ചാൽ കോമ്പൻസേഷൻ രൂപ 1 ലക്ഷം രൂപ RBIOS പ്രകാരം. നോക്കാം, ബാങ്കിങ് ഓംബുഡ്സ്മാൻ. ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഈസ് വൺ for the purpose of redressal of grievance of customer appointed by RBI for deficiency in banking service. ബാങ്കിങ് സർവീസിലുള്ള ഡെഫിഷ്യൻസികൾ പരിഹരിക്കാൻ വേണ്ടി, ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ഏതെങ്കിലുമൊക്കെ തർക്ക പരിഹാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ കസ്റ്റമറിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹാരത്തിന് വേണ്ടി നിലവിൽ വന്ന ഒരു സിസ്റ്റമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് പറയുന്നത്. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ ജൂൺ 14, 1995. ഓർത്തു വെച്ചോണം, ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം നിലവിൽ വന്നത് എന്നാ ജൂൺ 14, 1995. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഈസ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 35A ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ സെക്ഷൻ 35A ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമിനെ പറ്റി പറയുന്നത്. ഓർത്തു വെച്ചോണം, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ സെക്ഷൻ 35A ബാങ്കിങ് ഓംബുഡ്സ്മാനെ പറ്റി പറയുന്നത്. ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയാണ്, ഒരു കോടതിയുടെ അധികാരങ്ങളുള്ള ഒരു അതോറിറ്റിയാണ് ഇതെന്ന് പറയുന്നത്. ഈ പറയുന്ന ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്
പ്രസന്റ് ഓംബുഡ്സ്മാൻ സ്കീം, ഇപ്പൊ നിലവിലുള്ള ഓംബുഡ്സ്മാൻ സ്കീം എന്താണെന്ന് വെച്ചാൽ RBIOS ആണ്, അഥവാ ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം 2021. RBI റിസർവ് ബാങ്ക് ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം 2021 ഇപ്പോൾ നിലവിലുള്ളത്. അത് എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 2021 നവംബർ 12. പഠിച്ചു വെച്ചിട്ടാണ്, ഡേറ്റ് സഹിതം ചോദിക്കുന്നതാണ്. RBIOS അഥവാ റിസർവ് ബാങ്ക് ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം നിലവിൽ വന്നത് 2021 നവംബർ 12. അതുപോലെ തന്നെ ഈ നിയമത്തെ അറിയപ്പെടുന്ന പേര് അല്ലെ RBIOS എന്നാണ്, റിസർവ് ബാങ്ക് ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം എന്നാണ്. RBI Executive Director in charge of Customer Education and Protection Department would be the appellate authority under the integrated scheme. Integrated Banking Ombudsman Scheme പ്രകാരം വിധിക്കുന്ന വിധി എന്ന് പറയുന്നത് ഫൈനലാണോ എന്ന് ചോദിച്ചാൽ ഫൈനൽ അല്ല, നമുക്ക് അപ്പീൽ പോകാം. അപ്പീൽ പോകാനുള്ള അതോറിറ്റി എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇൻ ചാർജ് ഓഫ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടെ ഈ പറയുന്ന അപ്പീലേറ്റ് അതോറിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം പ്രകാരം നമുക്ക് കിട്ടുന്ന മാക്സിമം കോമ്പൻസേഷൻ റുപ്പീസ് എത്രയാണെന്ന് ചോദിച്ചാൽ 20 lakh ആണ്. ഓക്കെ ആണല്ലോ. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം പ്രകാരം നമുക്ക് കിട്ടുന്ന മാക്സിമം കോമ്പൻസേഷൻ റുപ്പീസ് 20 ലക്ഷമാണ്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള സമയനഷ്ടം, മാനഹാനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന മാക്സിമം കോമ്പൻസേഷൻ രൂപ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. അടുത്തത്, ഹോർട്ടികൾച്ചർ ഈസ് ഇൻവോൾവ് ഇൻ ഗ്രോയിങ് ഓഫ്. ഹോർട്ടികൾച്ചർ എന്തിന്റെ വളർച്ച, എന്ത് വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹോർട്ടികൾച്ചർ ചോദിച്ചാണ്. ഫ്ലവർ, ഫ്രൂട്ട്സ്, അരോമാറ്റിക് പ്ലാന്റ്സ്, ഓൾ ഓഫ് ദി എബവ്. ഓർത്തു വെക്കുക, ഹോർട്ടികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടാന്ന് വെച്ചാൽ ഈ പറയുന്ന ഫ്ലവർ, ഫ്രൂട്ട്, അരോമാറ്റിക് പ്ലാന്റ്സുമായി ബന്ധപ്പെട്ട ഒരു കൃഷി രീതിയാണ് ഹോർട്ടികൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബവ് ആണ്. ഓക്കെ, ഓൾ ഓഫ് ദി എബവ് ആണ് ഹോർട്ടികൾച്ചറുമായി ബന്ധപ്പെട്ട ആൻസർ എന്ന് പറയുന്നത്. അടുത്ത പിസികൾച്ചർ എന്താണെന്ന് ചോദിച്ചാൽ ഫിഷ് ഫാമിംഗ് ആണ്. വളരെ പ്രധാനപ്പെട്ടാണ്, ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ പറയുന്ന പിസികൾച്ചർ എന്താണെന്ന് ചോദിച്ചാൽ ഫിഷ് ഫാമിംഗ് ആണ്. എപ്പികൾച്ചർ എന്താണെന്ന് വെച്ചാൽ ബീ കീപ്പിംഗ്. എപ്പികൾച്ചർ ബീ കീപ്പിംഗ്. സെറികൾച്ചർ എന്താണെന്ന് വെച്ചാൽ സിൽക്ക് വോംസ് ആണ്. സെറികൾച്ചർ സിൽക്ക് വോംസ്. ഫ്ലോറികൾച്ചർ എന്താണെന്ന് വെച്ചാൽ ഫ്ലവേഴ്സ് കൃഷി രീതിയുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് ഫ്ലോറികൾച്ചർ. വെർമികൾച്ചർ എർത്ത് വോംസ് ആണ്. വിറ്റികൾച്ചർ ഗ്രേപ്സ്, മുന്തിരിയുമായി ബന്ധപ്പെട്ടാണ് വിറ്റികൾച്ചർ. ഒലേറികൾച്ചർ വെജിറ്റബിൾസുമായി ബന്ധപ്പെട്ട ഒരു കൃഷിയാണ്. അപ്പോൾ ഫിഷ് ഫാമിംഗ് പിസികൾച്ചർ ആണ്. ബീ കീപ്പിംഗ് തേനീച്ച വളർച്ച എപ്പികൾച്ചർ ആണ്. സിൽക്ക് വോം പട്ടുനൂൽ പുഴു കൃഷി എന്താണ് സെറികൾച്ചർ ആണ്. ഫ്ലവറുമായി ബന്ധപ്പെട്ടത് ഫ്ലോറികൾച്ചർ ആണ്. എർത്ത് വോമിന്റെ വെർമികൾച്ചർ ആണ്. ഗ്രേപ്സിന്റെ വിറ്റികൾച്ചർ ആണ്. വെജിറ്റബിൾസിന്റെ ഒലേറികൾച്ചർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻ കേസ് വെർ ബാങ്ക് ഹാസ് ഇഷ്യൂഡ് ഡ്യൂപ്ലിക്കേറ്റഡ് DD and both original and duplicate are presented for payment, what should bank do in such a situation? ഇപ്പം ഒരു വ്യക്തിക്ക് ഒരു DD ഇഷ്യൂ ചെയ്തു, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്തു ബാങ്ക്. എന്നാൽ ആ DD അയാളുടെ കയ്യിൽ നിന്ന് നഷ്ടമായപ്പോൾ ബാങ്കിനെ സമീപിച്ചപ്പോൾ ബാങ്ക് അയാൾക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് DD കൊടുത്തു. ശേഷം ഇതിന്റെ പേയ്മെന്റിനായിട്ട് ഈ വ്യക്തി ചെല്ലുന്ന ആ ഒരു അവസരത്തിൽ ഈ വ്യക്തിക്ക് നഷ്ടപ്പെട്ട DD തിരിച്ചു കിട്ടുന്നു. അപ്പോൾ അയാൾ പേയ്മെന്റിനായിട്ട് ഈ ഒറിജിനൽ DDയും ഡ്യൂപ്ലിക്കേറ്റ് DDയുമായിട്ട് ബാങ്കിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ബാങ്ക് എന്താണ് ചെയ്യുക എന്നാണ് ചോദിച്ചേക്കുന്നത്. ബാങ്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാങ്ക് ഷുഡ് പേ ദ ഡ്യൂപ്ലിക്കേറ്റ് DD വാങ്ങിച്ചതിന് ശേഷം ആ പേയ്മെന്റ് അങ്ങ് നടത്തും. ആൻഡ് റിട്ടേൺ ദ ഒറിജിനൽ വിത്ത് റിമാർക്ക്. ഈ പറയുന്ന ഒറിജിനൽ DD ഉണ്ടല്ലോ, അതിനകത്ത് പ്രത്യേകം ഒരു റിമാർക്ക് ചെയ്യും, ഒരു പ്രത്യേക ഒരു സെന്റൻസ് അവിടെ രേഖപ്പെടുത്തും. DD റിപ്പോർട്ട് ലോസ്റ്റ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഇഷ്യൂഡ് ആൻഡ് പെയ്ഡ്. DD ലോസ്റ്റ് ആയി എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിന് ബദലായിട്ട് ഒരു DD ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ച് അതിന്റെ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് ആ പറയുന്ന ഒറിജിനൽ DDക്കകത്ത് റിമാർക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്കെയിൽ ഓഫ് ഫിനാൻസ് ഫോർ ക്രോപ്പ് ലോൺ ഈസ് ഡിസൈഡഡ് ബൈ. ക്രോപ്പ് ലോൺ PACSുമായി ബന്ധപ്പെട്ടതാണ് ക്രോപ്പ് ലോൺ. ക്രോപ്പ് ലോൺ കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ ആന്റിസിപ്പേറ്റഡ് ക്രോപ്സിന്റെ അടിസ്ഥാനത്തിലാണ് ക്രോപ്പ് ലോൺ ഇഷ്യൂ ചെയ്യുന്നത്. ഓർത്തു വെച്ചോണം, ക്രോപ്പ് ലോൺ ഇഷ്യൂ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ ആന്റിസിപ്പേറ്റഡ് ക്രോപ്സിനെ ജാമ്യമായി വെച്ചുകൊണ്ടാണ് ക്രോപ്പ് ലോൺ കൊടുക്കുന്നത്. അപ്പം ഓരോ ഏരിയകൾ തിരിച്ച് ഓരോ ഏരിയയിലും അല്ലെങ്കിൽ ഓരോ ജില്ലകളിലും അവിടുത്തെ കൃഷി, അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ മണ്ണ്, അതൊക്കെ അനുസരിച്ചായിരിക്കും അവിടുത്തെ ഓരോ കൃഷിക്കും ഓരോ രീതിയിലായിരിക്കും അവിടെ ക്രോപ്പ് ലോൺ കൊടുക്കുന്നത്. അപ്പം
ഈ ക്രോപ്പ് ലോൺ തീരുമാനിക്കാനായിട്ട് അവിടെ ഒരു സ്കെയിൽ ഓഫ് ഫിനാൻസ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. സ്കെയിൽ ഓഫ് ഫിനാൻസ് തയ്യാറാക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് എന്ന് ചോദിച്ചാൽ ഡിസ്ട്രിക്ട് ലെവൽ ടെക്നിക്കൽ കമ്മിറ്റിയാണ്. ഓർത്ത് വെച്ചോണം, ക്രോപ്പ് ലോൺ തീരുമാനിക്കാൻ വേണ്ടി അവിടെ സ്കെയിൽ ഓഫ് ഫിനാൻസ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. ആ സ്കെയിൽ ഓഫ് ഫിനാൻസ് തയ്യാറാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഡിസ്ട്രിക്ട് ലെവൽ ടെക്നിക്കൽ കമ്മിറ്റിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവൽ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ഡിസ്ട്രിക്ട് കളക്ടർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ്. ഓർത്ത് വെച്ചോണം, ഈ പറയുന്ന ഡിസ്ട്രിക്ട് ലെവൽ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഡിസ്ട്രിക്ട് കളക്ടർ അഥവാ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ്. ഓക്കെ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അധികം ഏരിയകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.